गिरिपुरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदानन्दन व्रज जनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि जराधामाधव कुञ्ज विहार। हरे कृष्णा। मम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं श्रीगुरुं चरणदारं परमानन्दमाधवं श्रीचैतन्येश्वरं नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामिनिधि नामिने नमस्ते सारस्वती देवी गौरवाणी प्रचारिणे निर्विशेष शून्यवाद पाश्चात्य देशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदम। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय जय वृंदम। हरे कृष्ण। മാതാജി കുറച്ച് സമയമുള്ളല്ലോ, ഞാൻ അതുകൊണ്ട് കീർത്തനം എടുക്കാത്ത. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി കേൾക്കുന്നുണ്ടല്ലോ, സ്റ്റാർട്ട് ചെയ്യാലോ അല്ലെ ഡയറക്റ്റ്. ഹരേ കൃഷ്ണ. കേൾക്കാം മാതാജി, കേൾക്കാം. ഹരേ കൃഷ്ണ. സ്വാഗതം മാതാജി, സ്വാഗതം. ഹരേ കൃഷ്ണ. എനിക്ക് ഓക്കെ, നോ പ്രോബ്ലം, ഐ വിൽ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാൽ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നഷ്ടകി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം 17ാമത്തെ ശ്ലോകം. പ്രഭു 17, 18, 19, 20 അത് കണ്ടിന്യൂസ് വായിക്കണം. കുറച്ചല്ലേ ഉള്ളൂ, അത് എടുത്തിട്ട് അത് പറയാം. അതെ അതെ. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ശ്ലോകം 17 ചൈതന്യ ചരിതാമൃതം ആദിലീല 3ാമത്തെ ചാപ്റ്ററിൽ 17ാമത്തെ ശ്ലോകം തുടങ്ങിയാണ് നമ്മളിന്ന് നോക്കുന്നത്. 17, 18, 19, 20 വരെ ആ ഒരു സെയിം ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് നോക്കാം ഇത്ര ടൈമിനുള്ളിൽ എങ്ങനെ കവർ ചെയ്യാൻ പറ്റുന്നത്. ഐശ്വര്യജ്ഞാനെ വിധി ഭജന കരിയ വൈകുണ്ഠക്കെ യയ ചതുർവിധ മുക്തിപാനാം. വേർഡ് മീനിങ് ഒന്നും വേണ്ടല്ലോ പ്രഭു, ഡയറക്റ്റ് വായിക്കല്ലോ അതോ വേർഡ് മീനിങ് വായിക്കണം? ശ്ലോകം ഒന്നും ആരും വായിക്കില്ലല്ലോ. ഇന്ററാക്ഷൻ സാധാരണ ഇന്ററാക്ഷൻ ഇല്ല ആ രീതി. വായിച്ചോണ്ടിരിക്കുക. ഓക്കെ, റൈറ്റ്. താങ്ക് യു. ഓക്കെ. ഐശ്വര്യജ്ഞാനത്തില് വിധി നിയമങ്ങളും ഫസ്റ്റ് വേഴ്സിന്റെ വേർഡ്സുകളും മീനിങ് വായിക്കാം. എനിഹൗ അതൊരു ഫോർമാലിറ്റി. 1 മിനിറ്റ് മാതാജി, ശ്ലോകം വായിക്കാറുണ്ട്. ഞാൻ ശ്ലോകം വായിച്ചു, മീനിങ്സ് വായിക്കാറില്ല. ഓക്കെ, റൈറ്റ്. ഐ ആം റീഡിങ്. മാജി വേർഡ് ബൈ വേർഡ് വായിക്കാറില്ല, ശ്ലോകവും ട്രാൻസ്ലേഷനും വായിച്ചു പോകും മാജി പപ്പട്ടും. ഓക്കെ, റൈറ്റ്, പ്രോബ്ലം. ഓക്കെ. ഹരേ കൃഷ്ണ. വിവർത്തനം ശില പ്രഭ. ശ്ലോക 17 വിവർത്തനം വായിക്കുകയാണ്. ഭഗവാന്റെ ഐശ്വര്യജ്ഞാനത്താൽ പ്രേരിതമായ ഭയാദരങ്ങളോടുകൂടിയ അത്തരം വിധിഭജനയിലൂടെ ഒരുവന് വൈകുണ്ഠ പ്രാപ്തി നേടി ചതുർവിധ മോക്ഷം ലഭിച്ചേക്കാം. അടുത്ത വേഴ്സ്. സാഷ്ടി സാരൂപ്യ ആര സാമീപ്യ സാലോക്യ സായുജ്യ നാലയ ഭക്ത യാതെ ബ്രഹ്മ ഐക്യ. വിവർത്തനം ശിലപ്രഭാതിക്കിച്ച്. ഈ മോക്ഷങ്ങൾ, ഈ സാഷ്ടി ഭഗവാന്റേതിന് തുല്യമായ ഐശ്വര്യങ്ങൾ നേടുക, സാരൂപ്യം ഭഗവാന്റേതിന് സമാനമായ രൂപം ഉണ്ടാക്കുക,
സാമീപ്യം, ഭഗവാന് സമീപസ്ഥനായ പാർഷദനായി ജീവിക്കുക. സാലോക്യം, വൈകുണ്ഠ ഗ്രഹത്തിൽ ജീവിക്കുക. ഇവയാണ് സായുജ്യം ബ്രഹ്മവുമായിട്ടുള്ള ഏകത്വമായതിനാൽ ഭക്തന്മാർ ഒരിക്കലും അത് സ്വീകരിക്കുകയില്ല. ഭാവാർത്ഥം, വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആചാരത്വത്വ പ്രകാരമുള്ള ഭക്തിയുത സേവനത്തില് വ്യാപൃതരായിരിക്കുന്നവര് ഈ 4 രീതികളിലുള്ള മോക്ഷം നേടുന്നു. അത്തരം ഭക്തന്മാർക്ക് സാഷ്ടി, സാരൂപ്യ, സാമീപ്യ, സാലോക്യ മോക്ഷങ്ങൾ നേടാൻ കഴിയുമെങ്കിലും അവർക്ക് ആ മോക്ഷങ്ങളെ കുറിച്ച് ഉൾക്കേണ്ടയില്ല. കാരണം അത്തരം ഭക്തന്മാർ പ്രേമഭരിത ഭക്തിയുത സേവനം കൊണ്ട് തന്നെ സംതൃപ്തരാണ്. ആചാരപരമായ ആരാധന അനുഷ്ഠിക്കുന്ന ഭക്തന്മാർ പോലും ഒരിക്കലും 5ാമത്തെ മോക്ഷമായ സായുജ്യം സ്വീകരിക്കില്ല. സായുജ്യം അഥവാ ബ്രഹ്മജ്യോതിസിൽ ലയിക്കുന്ന മോക്ഷം കാംക്ഷിക്കുന്നത് വ്യക്തിശൂന്യവാദികളാണ്. ഒരു ഭക്തൻ ഒരിക്കലും സായുജ്യ മോക്ഷത്തെ പരിഗണിക്കുന്നില്ല. യുഗധർമ്മ പ്രവർത്തായിമു നാമ സങ്കീർത്തന ചാരി ഭാവ ഭക്തി ദിയാ നാചാമു ഭുവന. വിവർത്തനം, ഇപ്പോഴത്തെ യുഗധർമ്മമായ നാമസങ്കീർത്തനത്തിന് ഞാൻ തന്നെ തുടക്കം കുറിക്കാം. 4 വിധ ഭക്തി രസഭാവങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ലോകത്തെ ഭക്തിഹർഷത്തിൽ നൃത്തം ചെയ്യും. ആപനി കരിമു ഭക്തഭാവ അംഗീകാരെ ആപനി ആചരി ഭക്തി ശിഖായുമു സഭാരെ. വിവർത്തനം, ശില്പം. ഞാനൊരു ഭക്തന്റെ ഭാവം സ്വീകരിച്ച് സ്വയം ഭക്തി ആചരിച്ച് അവരെ പഠിപ്പിക്കാം. ഒരു പരിശുദ്ധ ഭക്തനുമായി സത്സംഗം പുലർത്തിയാൽ സാഷ്ടി, സാരോപ്യം, സാമീപ്യം, സാലോക്യം എന്നീ 4 വിധ മുക്തികളിൽ പോലും കാംക്ഷയില്ലാത്ത വിധം ഒരുവന് ആത്മീയോന്നതി പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത്തരം മോക്ഷങ്ങളും ഒരു തരത്തിലുള്ള ഇന്ദ്രിയാസ്വാദനമാണെന്ന് അവന് തോന്നുന്നു. പരിശുദ്ധ ഭക്തന്മാർ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനായി ഭഗവാനോടൊന്നും ചോദിക്കാറില്ല. ഇനി അത്തരം ആഗ്രഹങ്ങൾ ഭഗവാൻ തന്നെ അറിഞ്ഞു കൊടുത്താലും പരിശുദ്ധ ഭക്തന്മാർ അത് സ്വീകരിക്കുകയുമില്ല. പരിശുദ്ധ ഭക്തന്മാരുടെ കാര്യമാണ് പറയുന്നത്. നമ്മളെ പോലെ എന്നല്ല, സാധാരണ ആരെങ്കിലൊക്കെ ഉണ്ടാവും നല്ല ഭക്തന്മാര്. എങ്കിലും പരിശുദ്ധ ഭക്തന്മാര് അത് സ്വീകരിക്കാറില്ല. അവർ ഫുള്ളി 24/7 എന്ന് പറഞ്ഞ മാതിരി കൃഷ്ണാബോധത്തിലായിരിക്കും. ഓൾവേസ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ കൃഷ്ണലീലകളുടെ സ്മരണയിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ച് അത്തരം ഭൗതിക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നോ ആകുലതകളോ വ്യാകുലതകളോ ഒന്നുമില്ല. അവര് ഫുള്ളി ആനന്ദത്തിലാണ്, ആനന്ദമയോ അഭ്യാസം, ആനന്ദരസത്തിലാണ്. അവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ അതുകൊണ്ട് കാരണം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ അതീന്ദ്രിയ പ്രേമ സേവനത്തിലൂടെ സംതൃപ്തനാക്കൂ എന്നത് മാത്രമാണ് അവരുടെ അഭിലാഷം. ഭക്തിയുത സേവനത്തിന്റെ അത്യുന്നത രൂപം ഉപദേശിക്കാൻ സാക്ഷാൽ ഭഗവാൻ തന്നെ അല്ലാതെ മറ്റാർക്കും ആവില്ല. അതുകൊണ്ട് ഈ യുഗത്തിന് നിർദ്ദേശിക്കപ്പെട്ട ആരാധനക്രമമായ ഹരേ കൃഷ്ണ നാമ സങ്കീർത്തനത്തിന്റെ മഹിമകൾ പ്രചരിപ്പിക്കുവാനായി യുഗാവതാരത്തിന്റെ സ്ഥാനത്ത് ഇത്തവണ ശ്രീചൈതന്യ മഹാപ്രഭു സ്വയം അവതരിച്ചു. അപ്പോൾ അവിടുന്ന് അതീന്ദ്രിയവും നൈസർഗികവുമായ രാഗാത്മഭാവത്തിലുള്ള ഭക്തിയുത സേവന പ്രക്രിയ ലോകത്തിന് കാഴ്ചവെച്ച് വിതരണം ചെയ്യുകയുണ്ടായി. ഇപ്രകാരം ആധ്യാത്മിക ജീവിതത്തിന്റെ സർവോന്നത തത്വങ്ങൾ പഠിപ്പിക്കുന്നതിന് ഭഗവാൻ സ്വയം ശ്രീ ചൈതന്യ രൂപത്തിൽ ഒരു ഭക്തനായിട്ട് അവതരിച്ചു. ശ്ലോകം 21. ആപനെ ന കൈലേ ധർമ്മശിഖാന ന യായ ഏയിത്ത സിദ്ധാന്ത ഗീത ഭാഗവതേ ഗായ. വിവർത്തനം, ഭക്തിയുത സേവനം സ്വയം ആചരിക്കാതെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ നിഗമനം ഗീതയിലും ഭാഗവതത്തിലും ഉടനീളം സ്ഥിരീകരിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ ശില കൃപ. ശില ഗുരുദേവ് കി ജയ്. നമസ്കാരം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഈ 17 തുടങ്ങി ഈ പറയുന്ന ശ്ലോകങ്ങളിലെല്ലാം പ്രധാനമായിട്ടും ട്രാൻസെൻഡന്റൽ ലവിങ് ഡിവോഷണൽ സർവീസിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, 9വിധ ഭക്തിയിലൂടെ ശ്രവണ കീർത്തനാദികളിലൂടെ ഭഗവാനെ സേവിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ടും പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുന്നത്. അപ്പൊ ഇവിടെ പറയുന്നു, ഭഗവാന്റെ ഐശ്വര്യജ്ഞാനത്തിൽ പ്രേരിതരായിട്ടുള്ള ഭയാദരങ്ങളോടുകൂടിയ അത്തരം വിധി ഭജനയിലൂടെ വൈകുണ്ഠ പ്രാപ്തി നേടി ചതുർവിധ മോക്ഷം ലഭിക്കാം. ഈ കേരളത്തിൽ നിന്നല്ല, മൊത്തത്തില് ആളുകളെല്ലാം അല്ലെങ്കിൽ നമ്മൾ പറയും ഭൗതികവും ആത്മീയവും എന്ന് പറയും. നമ്മുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിറ്റ് ആണ്.
എന്താണ് ആക്ച്വലി സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ഈ ഭൗതികത്തിൽ, അല്ലെങ്കിൽ എന്താണ് കൃഷ്ണാബോധത്തിൽ? നമ്മൾ കൂടുതലും എപ്പോഴും പറയുന്ന വാക്ക് കൃഷ്ണാബോധമാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നുണ്ട്, പ്രഭുപാദർ പറയുന്നുണ്ട്, ആത്മസാക്ഷാത്കാരത്തിന്റെ പാത ഒരുപാട് ദുർഘടങ്ങൾ പിടിച്ച വഴിയാണ്. അതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ പാതകൾ പലതും ഉണ്ട്. ആ വഴികളിലൂടെ ഒന്നും നിങ്ങൾ സഞ്ചരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് കൃഷ്ണാബോധത്തിലേക്ക് വരും. അന്നാ കൃഷ്ണാബോധം എന്ന് പറയുന്നത് സരളമാണോ എന്ന് ചോദിച്ചാൽ സരളമാണ്. അന്നാ വളരെ ചീപ്പാണോ? അല്ല, ചീപ്പല്ല. വളരെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥയിലുള്ള ഒരു കാര്യമാണ്. അത് സാധാരണ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അവർക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റൂല്ല ശരിക്കും പറഞ്ഞു. കാരണം അതിനെല്ലാം ഒരു ഭക്തി രസ വേണം, ഭാവ വേണം. അപ്പൊ ഈ ഭാവരസത്തെ കുറിച്ചാണ് കൂടുതലും ചൈതന്യ ചരിതാമൃതത്തിൽ അല്ലെങ്കിൽ മഹാപ്രഭു നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. മഹാപ്രഭുവിന്റെ ഭാവം അങ്ങനെയാണ്. അത് ഗോപി ഭർത്ത് പദ കമലയോ ദാസാനുദാസ്. അപ്പോ ആ ഭാവം ആക്ച്വലി ഒരു അമ്പലത്തില് പൂജകളും അല്ലെങ്കിൽ വേദമന്ത്രങ്ങളും ഒക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആ ഭാവം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ അവർക്ക് ഭഗവാനെ ആ ഭക്തി പ്രേമ രസത്തോടു കൂടി ഭജിക്കാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ ഭഗവാൻ അത്തരം വേദമന്ത്രങ്ങള് ഈ എന്നൊക്കെ പറഞ്ഞ് മീറ്ററൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉച്ചരിക്കുന്ന ആ മന്ത്രങ്ങൾ കേട്ടാലൊന്നും ഭഗവാൻ സംതൃപ്തനാവണമെന്നില്ല. അതേ സ്ഥാനത്ത് ഭക്തന്റെ ആ ഭക്തിരസം, ഭക്തി പ്രേമത്തോട് കൂടിയിട്ടുള്ള ആ ഒരു രസമാണ് ഭഗവാൻ ആവശ്യം. അതുകൊണ്ട് തന്നെ ഭഗവാൻ വൃന്ദാവനത്തിൽ അവതരിക്കുമ്പോഴും ഭഗവാന്റെ സുപ്രീമസി ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഈവൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഭഗവാൻ ഓരോ ലീലകൾ അവതരിക്കുമ്പോഴും അവർക്ക് വേഗം തന്നെ മറവി കൊടുക്കണം. അല്ലെങ്കിൽ യശോദാമ്മ ഭഗവാന്റെ ആ തുറക്കുമ്പോ കാണുന്ന ആ ലോകങ്ങളെയൊക്കെ കണ്ട് തലകറങ്ങി പെട്ടെന്ന് അത് സുപ്രീമസി അംഗീകരിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ഭഗവാൻ അത് മറവി കൊടുക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു ഞാൻ ഈശ്വരനാണ് എന്നുള്ളൊരു ഭാവം വന്നു കഴിഞ്ഞാൽ ഭഗവാനെ ആ റെസ്പെക്റ്റോട് കൂടി സ്നേഹിക്കുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സ്നേഹം ഭഗവാന് കിട്ടാതെ വരും. ഭഗവാൻ കൂടുതലും അവതരിക്കുന്നത് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തരെ രക്ഷിക്കാനാണെന്ന് പറയും, അല്ലെങ്കിൽ ദുഷ്ടരെ ശിക്ഷിക്കാനാണെന്ന് പറയും, ധർമ്മ പുനഃസ്ഥാപിക്കാനാണെന്നൊക്കെ പറയും. ഭക്തരെ രക്ഷിക്കാനാണെങ്കിലും ഭഗവാന് അവിടെ നിന്ന് എന്താ പറയാ ആരെങ്കിലൊക്കെ പറഞ്ഞിട്ടാലും പറ്റും, അല്ലെങ്കിൽ അവിടെ നിന്നാ ചെയ്യാം. ശത്രുക്കളെ ഒരു സുദർശനം മതി തട്ടിവിടാം, അല്ലേ? ധർമ്മത്തെ സ്ഥാപിക്കാം. അങ്ങനെ മെസ്സഞ്ചേഴ്സ് അവധൂതന്മാരൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഭഗവാൻ തന്നെ വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാരുമായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട്, ഭക്തന്മാരെ കൂടുതൽ ആകർഷിക്കാനും ഭഗവാന് ആ ലീലകൾ ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. ഭഗവാനാണ് എൻജോയർ. ഭോക്താരാം യജ്ഞ ദിവസം സർവ്വലോകമഹീശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വമാം ശാന്തരിച്ച്. അപ്പൊ ഭഗവാൻ ഒരു സൂപ്പർ എൻജോയർ ആണ്. ഭഗവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഈ ലോകത്ത് എൻജോയർ. അപ്പൊ ഭഗവാൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ വരുന്നു, ഭഗവാന്റെ ലീലകൾ ആടുന്നു, ഭക്തന്മാരുമായിട്ടുള്ള ആ ഒരു ട്രാൻസെൻഡന്റൽ ലവിങ് ആ റിലേഷൻ ബോണ്ട് വർദ്ധിപ്പിക്കുന്നു, അത് എൻജോയ് ചെയ്യുന്നു. ഭഗവാൻ മറ്റുള്ളവരെ മടിയിൽ കിടക്കുന്നു, അവരെ പാത്രത്തിൽ നിന്നുന്നു. ഇതെല്ലാം ആരാണ് ചെയ്യണത്? ഇസ് എ സുപ്രീം പേഴ്സൺ, അല്ലെ? അത് അങ്ങനെ ഒരാള് ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടാണ് ബ്രഹ്മാവ് പോലും ബിൽഡഡ് ആയത്. ഇതെന്താ സംഭവം, നോക്കി തന്നെ കാണാം എന്ന് വിചാരിക്കുന്നു. സോ അത്രയും ഭഗവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ ആ ഐശ്വര്യജ്ഞാനത്തിൽ ആകർഷകരായിട്ടുള്ള ആളുകൾ വിധി പ്രകാരമോ ഇത് ഭഗവാനാണ്, നാരായണനാണ്, അതുകൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും കിട്ടും, ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മുകുന്ദനാണ്, മുക്തിദാതാവാണ്, ഭഗവാന്റെ മോക്ഷത്തിലേക്ക് എത്തും, വൈകുണ്ഠ ലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ മോക്ഷത്തിലേക്ക് എത്തി, പിന്നെ സകല ഐശ്വര്യങ്ങളും കിട്ടും, ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ആരാധിക്കും ആളുകള്. വേദങ്ങളിലെ കാമ്യകർമ്മകാണ്ഡങ്ങൾ പ്രകാരമോ അല്ലെങ്കിൽ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് വിധിപ്രകാരം നല്ല വൃത്തിയായിട്ട് ആചരിക്കും. ഭക്തി എന്താ പറയാ, ഭാഗവതം പാരായണവും, ഇപ്പൊ രാമായണ മാസം രാമായണം പാരായണം നടത്തും, നാരായണീയം, വിഷ്ണു സഹസ്രനാമം എന്ന് വേണ്ട ഏത് തരത്തിലാണോ ആളുകൾക്ക് സാധിക്കുന്നത് ആ രീതിയിലെല്ലാം, പിന്നെ കുറെ പൂജയും അനുഷ്ഠാനങ്ങളും എല്ലാം മുറക്കി ഒക്കെ ചെയ്യും. പക്ഷെ അത്തരം ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ അവരെ എലിവേറ്റ് ചെയ്യിക്കും, അവരെ പ്യൂരിഫൈ ചെയ്യിക്കും. ഡെഫിനറ്റ്ലി അത് നല്ല കാര്യം തന്നെയാണ്. ബട്ട്
ധർമ്മസ്വനിഷ്ഠിതാം പുംസം വിശ്വസേന കഥാസ്യു നോത്പാദിയേ രതി യതിരതിയും ശ്രമേവി കേവലം. ഭഗവാനോട് വിശ്വക്സേനോട് രതിയില്ലെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ശ്രമേവി കേവലം. അതിന് വലിയ കാര്യമില്ല, രതി ഉണ്ടാവാന്നുള്ള. ഈ രതി എങ്ങനെ ഉണ്ടാവുക, അതൊക്കെയാണ് നമുക്ക് ഈ വൈഷ്ണവ ഭക്തന്മാരിൽ നിന്ന്, നമ്മളുടെ രൂപാനുദാസ് തുടങ്ങി വരുന്ന ആ വൈഷ്ണവ ആചാര്യന്മാരിൽ നിന്ന്, പ്രഭുവാദറിൽ നിന്ന്, മഹാപ്രഭുവിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, പ്രധാനമായിട്ടും ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്നത്, നമ്മളും ഭക്തിയൊക്കെ പണ്ട് ചെയ്തിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്, ആ ഒരു പ്രേമരസം എതിൽ നിന്ന് കിട്ടും? ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നതിലൂടെ. എന്തുകൊണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ നമ്മൾ പഞ്ചതത്വ മന്ത്രം ജപിക്കുന്നു, ആ ഒരു സപ്പോർട്ട് ആ മന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് വളരെയധികം അതിലെ നാമപ്രഭുവിന്റെ ആ എനർജി അതിൽ ബൈൻഡഡ് ആവുന്നു. അപ്പൊ നമുക്ക് അതിൽ നിന്ന് പ്രേമരസം കിട്ടും. ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അല്ലാണ്ട് നമ്മൾ കുറെ ചൈതന്യ ചരിതാമൃതോ ഭാഗവതോ ഭഗവത്ഗീത ക്ലാസ് ഒക്കെ പഠിക്കുന്നുണ്ടായിരിക്കും, ഡെഫിനറ്റ്ലി അതും മറ്റുള്ള ആൾക്കാരും പഠിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ നമുക്ക് എന്തുകൊണ്ട് ഇത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പറയാ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ ശുദ്ധമായിട്ടുള്ള നാമജപം. അത് വെറുതെ ജപിച്ചാലും ഭൗതികമായിട്ടുള്ളതെല്ലാം കിട്ടുമെങ്കിലും അതിനെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി എന്താ പറയാ, ഈ പരിശുദ്ധ ഭക്തന്മാർ പറയും ശ്രീരാധികാമ മാധവയോര പാര മാധുര്യ ലീല ഗുണരൂപ നാമന. അവരെ എങ്ങനെയാണ് മെഡിറ്റേറ്റ് ചെയ്യാന്ന് വെച്ചാൽ മാധുര്യ ലീല ഗുണരൂപ നാമന. അവര് മാധുര്യ ലീലയിൽ നിന്ന് തുടങ്ങും. അവരുടെ മാധുര്യ ലീല ഗുണരൂപ നാമന, അവിടെ നിന്നാണ് നാമത്തിലേക്ക് എത്താം. നമ്മളെ പോലുള്ള ആളുകൾ എന്ന് വെച്ചാൽ നാമം ജപിച്ച് നാമത്തിന്റെ എനർജിയാല് നമ്മൾ ആ ഒരു ശുദ്ധനാമം നമ്മൾ ശ്രദ്ധയോടെ കേട്ട് സിംപിളി ടു ഹിയർ ആ ജസ്റ്റ് ട്രാൻസെൻഡന്റ് സൗണ്ട് വൈബ്രേഷനെ നമ്മൾ ഓരോ സിലബിൾസും 32 വർണ്ണാസ് അതിലുണ്ടെങ്കിൽ ഓരോ വർണ്ണ ഓരോ സിലബിൾസും നമ്മൾ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ആ ഒരു ശ്രദ്ധയാണ്, ആ ശ്രദ്ധ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ബോധത്തിലിരിക്കും. നമ്മൾ ആ ഒരു ശ്രദ്ധ നമ്മളുടെ ആ ഒരു ശ്വാസത്തിലൂടെ പിടിച്ച് നമ്മൾ ആ ജപിക്കുമ്പോൾ എപ്പോ നമ്മളതിന് എത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു താളത്തിന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ആ സൗണ്ട് വൈബ്രേഷൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശ്രദ്ധ തെറ്റിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മള് എവിടെയെങ്കിലും പോയ മൈൻഡുമായിട്ടാണ് ജപിക്കണമെന്നുണ്ടെങ്കിൽ തെറ്റിയാൽ അറിയില്ല, പോയാൽ അറിയില്ല, മാല കഴിഞ്ഞാൽ അറിയില്ല. വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സിലബിൾസും ശ്രദ്ധിച്ച് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മൈൻഡ് പ്യൂരിഫൈ ആവും, നമ്മള് ഓൾ കർമാസ് റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ശുദ്ധമായി നാമം ജപിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യമാണ് പ്രഭാതർ പറഞ്ഞത്. പ്രഭാതരുടെ ആ മന്ത്രജപമാണ് അവിടെ കണ്ട ലോകം ഈ ഒരു കൃഷ്ണാബോധത്തിലേക്ക് വന്നത് തന്നെ. അപ്പൊ അത് പ്യൂരിഫൈഡ് സോളിൽ നിന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഫറൻസ് വളരെ വ്യത്യാസമാണ്. ഈസി ആയിട്ട് കുറച്ചും കൂടെ പ്യൂരിഫൈ ആവാൻ പറ്റും. അപ്പോ ഈശ്വര ജ്ഞാനത്തിൽ ആകർഷകരായിട്ടുള്ള ആൾക്കാർ, ഈവൻ അർജുനൻ ഭഗവാന്റെ സഖാവാണ്, 24/7 എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എപ്പോഴും കൃഷ്ണനുമായിട്ട് ബന്ധത്തിലാണ്. എന്നിട്ടും ഭഗവാന്റെ വിരാട് രൂപം കണ്ടോ വിശ്വരൂപം കണ്ടപ്പോഴത്തേനും ബിവിൾഡഡ് ആകെ ഒരു ഇതായിട്ട് എന്താ പറയുന്നത്, അതില് പറയുന്ന വേഴ്സ് സഖേതി മത്ത പ്രസവം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനത മഹിമാനം തവേദം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കുറെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയണം അങ്ങ് പരംബ്രഹ്മ പരംധാമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യും. അപ്പോ അത്രയും ആ ഐശ്വര്യ ജ്ഞാനത്തില് അർജുനനായി. അപ്പൊ അവിടെ നിന്ന് സറണ്ടറിങ് മോഡാണ്. ഞാൻ അറിയാണ്ട് ഹേ യാദവ ഹേ കൃഷ്ണ ഹേ സഖ എന്നൊക്കെ വിളിച്ചു പോയി എന്നോട് കൊടുക്കണം എന്ന് പറയുന്നു. ഭഗവാൻ ആക്ച്വലി അത്തരം ഒരു ഈശ്വര ഐശ്വര്യജ്ഞാനമല്ല, പ്രേമമാണ്, പ്രേമരസമാണ് ഭഗവാൻ ആശയം. അതൊക്കെ ഗോപികമാരുടെ ഭാഗത്തിൽ, ഈവൻ ഗോപികമാരുടെ അസോസിയേഷനിലൂടെ ഉദ്ധവരെ പോലുള്ള ആൾക്കാർ പ്രേമരസം അനുഭവിച്ചു. അവർ ഭൗതിക ലോകത്തിലാണെങ്കിൽ പോലും അവര് ഭൗതിക ശരീരത്തിലാണെങ്കിൽ പോലും ഭഗവത് ധാമിലായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു ഭൗതിക ശരീരത്തിൽ ഇവിടെ ഉണ്ടെങ്കിലും അവർ ഭഗവത് ധാമിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അത്രയും അവർക്ക് ആ ഭക്തിരസം മനസ്സിലായി. മോക്ഷത്തിന്റെ പാതയായിരുന്നു ആക്ച്വലി ഉദ്ധവരും ഫോളോ ചെയ്തിരുന്നത്. അപ്പോ ആ മോക്ഷത്തിന്റെ പാത സ്പിരിച്വൽ വർക്കിലൂടെ ആർക്കും കിട്ടും. അപ്പൊ എന്താ സ്പിരിച്വാലിറ്റി? നമ്മളിപ്പോ ആളുകളൊക്കെ പറയും നിങ്ങള് ചെയ്യുന്ന മാതിരിയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ പണ്ട് മുതലേ അമ്പലത്തിൽ പോണാണ്, ഗുരുവായൂരപ്പന്റെ വലിയ ആൾക്കാരാണ് ഞങ്ങൾ, ഗുരുവായൂരപ്പന്റെ ആ ഒരു നിർമ്മാലം തൊഴുകുന്നതിലും മറ്റുള്ള കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് പറയും, പത്മനാഭസ്വാമിയോട് ആരായിട്ട് അതിലൊക്കെ ഐശ്വര്യം അത്രയും ഭക്തിയുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും അവർക്കൊന്നും, നമുക്ക് മാത്രമേ ഹരേകൃഷ്ണകാർക്ക് ഭക്തിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളാണ് നമ്മളെ വഴിയിൽ വരാത്തവരൊന്നും ഭക്തിയില്ല എന്നല്ല, അവർക്കും ഭക്തിയുണ്ട്. ബട്ട് അവര് ഈ പറഞ്ഞ മാതിരി അത് കാണുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ് വിചാരിച്ചിട്ടായിരിക്കും, ഭുക്തിക്കായിരിക്കാം,
രൂപഗോസ്വാമി പറയുന്നത് ഭുക്തിയും മുക്തിയും ഹൃദയത്തിലെ രണ്ട് പിശാചിനികളാണെന്ന് പറയുന്നത്. അപ്പൊ ഭുക്തിക്കായിരിക്കാം അല്ലെങ്കിൽ മുക്തിക്കായിരിക്കാം, ഇനി എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഭക്തി എന്ന് പറയുന്ന ആ ഒരു മിശ്രഭക്തി, ആചാര അനുഷ്ഠാനങ്ങളിൽ അല്ലെങ്കിൽ കാമ്യഭക്തി, ഇതൊന്നും അല്ല ശരിക്കും ഭക്തി എന്നുള്ള ഡെഫിനിഷൻ നമുക്ക് ഭക്തരസാമൃത സിന്ധുവിലൊക്കെ തന്നിട്ടുള്ളത്. ഇതെല്ലാം പരിശുദ്ധ ഭക്തന്മാരുടെ ലെവല്. പക്ഷെ ഇതൊന്നും വേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുമില്ല. കാരണം പ്യൂരിഫൈ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ അതെല്ലാം ആ ഒരു സ്റ്റേജിലൂടെ കടന്നു തന്നെ പോകണം. ചതുർവിധാഭജന്തിയമം, 4 വിധത്തിലുള്ള ആളുകൾ എന്നെ ഭജിക്കുന്നുണ്ട്, അവരെല്ലാവരും സുഹൃത്തുക്കളാണ്. അപ്പൊ എന്തിനൊക്കെ വേണ്ടിയാണെങ്കിലും അകാമ സർവകാമോഹ മോക്ഷകാമ ഉത്താരതി തീവ്രേണ ഭക്തിയോഗേന ഈ ജിത പരമം. അങ്ങനെയാണെങ്കിലോ ആ കാമനാവട്ടെ മുമുക്ഷു ആവട്ടെ, ഓക്കെ യു ക്യാൻ കം ടു മീ, അല്ല വേറെ എവിടെയും പോണ്ട എന്ന് പോകാൻ പറയാം. സോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മള് പതിയെ ഗ്രാജുവൽ പ്രോസസ്സ്. അപ്പോ ഭുക്തിക്കായിട്ടായാലും ഭഗവാൻ പോകുന്നു. ഇനി മുക്തിക്കായിട്ട് പോകുമ്പോ സ്പിരിച്വൽ വർക്കുകൾ ഒരുപാടുണ്ട്, സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകൾ ഒരുപാടുണ്ട്. അവരെല്ലാവരും ഈ ബോഡി മൈൻഡ് സോൾ അലൈൻമെന്റിൽ വരാം. അതിനു വേണ്ടിയിട്ടുള്ള കുറെ മെഡിറ്റേഷൻസ്, ഫിലോസഫിക്കൽ ആയിട്ടുള്ള കുറെ വിസ്ഡം, ജ്ഞാനം നേടിയെടുക്കാം. അവര് കൂടുതലും മെഡിറ്റേഷൻ ആണ്. അവർക്ക് എന്താ പറയാ, നമുക്ക് ഒരു ചാൻഡിങ്ങിലൂടെ അല്ലെങ്കിൽ ഭാഗവതം പഠിക്കുന്നതിലൂടെ ഭക്തന്മാരെ സേവ് ചെയ്യുന്നതിലൂടെ തന്നെ നമ്മുടെ കർമ്മ ക്ലിയറൻസ് നടക്കുന്നത്. മരണാതീത കാലം മുതൽ വെരി ഫസ്റ്റ് ക്രിയേഷൻ വരെയുള്ള കർമ്മസ് നമ്മൾ അപ്രാരബ്ധായാലും പ്രാരബ്ധായാലും ഒക്കെ നാമജപത്തിലൂടെ, അതാണ് പറയുന്നത് ശുദ്ധനാമം ജപിക്കണം എന്ന് പറയുന്നത്. നാമം എങ്ങനെ വേണമെങ്കിലും ജപിക്കാം, ബട്ട് ഏർലി മോർണിംഗിൽ നമ്മൾ ആ ഒരു ഏകാഗ്രതയോടുകൂടി ഭക്തിയോടുകൂടി മാധുര്യ ലീല ഗുണരൂപ നാമന, അതിൽ നമ്മൾക്ക് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റണം. അപ്പൊ അങ്ങനെയായിട്ട് ജപിക്കുമ്പോ നമുക്ക് തീർച്ചയായിട്ടും ഈ കർമ്മ ക്ലിയറൻസ് ഒക്കെ ഈസി ആയിട്ട് നടക്കും. പ്രഭുപാദർ സെറ്റ് ചെയ്തിരിക്കുന്ന അവർ പറയുന്ന സ്പിരിച്വൽ വർക്കുകളിൽ അവർ ഓറ ക്ലിയറൻസോ അല്ലെങ്കിൽ സംതിങ് ചക്ര ഹീലിംഗോ അതും ഇതൊക്കെ പലതുണ്ട്, പല സ്പിരിച്വൽ വർക്കുകളുണ്ട്. അവരെല്ലാവരും മോക്ഷമാണ് ഉദ്ദേശിക്കുന്നത്. ഭഗവാനുമായിട്ടുള്ള അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് പരമസത്യത്തിന് അവര് പല പേരുകള് ഇന്നിപ്പോ മോഡേൺ പേരുകൾ പലതും വന്നിട്ടുണ്ട്. ബ്രഹ്മൻ എന്നൊക്കെ പോയി യൂണിവേഴ്സ് അല്ലെങ്കിൽ സംതിങ്. യൂണിവേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെന്താ ഭൗതിക പ്രത്യക്ഷ പ്രപഞ്ചം, വിരാട് രൂപം, അതും മുകളിലേക്ക് ഡിവൈൻ എന്നൊക്കെ പറയുന്ന പേരുകളിലൂടെയൊക്കെ അറിയപ്പെടും ആളുകൾ. ബട്ട് ഇതെന്നെല്ലാം അതിന്റെ സോഴ്സ് എവിടെയാണെന്ന് 14ാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ബ്രഹ്മണഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവയസ്ഥിത. ഇതിന്റെയൊക്കെ സോഴ്സ് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അവർക്കറിയില്ല ഇതിന്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത്. അവർക്ക് കൃഷ്ണൻ ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഹിന്ദു ദൈവമായിട്ട് അവർക്ക് അറിയുന്നുള്ളൂ. പക്ഷെ ഇവിടെയാണ് നമ്മുടെ പ്രഭുപാദരുടെ നമുക്ക് മേഴ്സി വരുന്നത്. ഹു ഇസ് ദ സുപ്രീം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലൂടെ ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിലൂടെ ആത്മാവിനെ അവര് പ്യൂരിഫൈ ചെയ്യിക്കുന്നു. ഡെഫിനറ്റ്ലി നമ്മളും കൃഷ്ണബോധത്തിലായതുകൊണ്ട് നമ്മുടെ ആത്മാവും, ബട്ട് അവർ ആ ഒരു പ്യൂരിഫൈ സ്റ്റേജിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഭഗവാനുമായിട്ടുള്ള ട്രാൻസെൻഡന്റൽ ലവിങ് സർവീസ് അവർക്ക് അറിയില്ല. അത്തരം ആക്ടിവിറ്റീസുകൾ അവർ ചെയ്യില്ല. അവർ മെഡിറ്റേഷൻ അല്ലെങ്കിൽ അവർ ബോഡി ഫിറ്റ് ചെയ്യും. അവർ സ്പിരിച്വലി, ഇമോഷണലി, ഫിനാൻഷ്യലി അബണ്ടന്റ് എല്ലാ തരത്തിലും അവർ സക്സസ്ഫുള്ളി ആയിട്ട് ആ ഒരു സോളിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ച് അവർ ഭഗവാനുമായിട്ട് പരമസത്യമായിട്ട്, ഭഗവാൻ എന്ന് അവർക്ക് പറയാൻ പറ്റില്ല, അവർ പറയുന്ന പരമസത്യം അല്ലെങ്കിൽ എന്തോ ആയിട്ട് കണക്റ്റഡ് വൺനെസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. മോക്ഷമാണ്, അവർ മോക്ഷപാതയാണ്. അപ്പൊ മോക്ഷത്തിന്റെ പാതയില് പോകാനായിട്ട് ഭാഗവതം തന്നെ പറയുന്നുണ്ട്. സാലോക സാക്ഷി സാമീപ്യ സാരൂപൈക്യത്തമേവതം ദീയമാനന്ന ഗൃഹന്തി വിനാമത് സേവനം ഗീത. കപില ഭഗവാനും ദേവതി മാതാവിന് ആ ഒരു ചാപ്റ്ററിൽ തേർഡ് കാൻഡോയിൽ പറയുന്നുണ്ട്. ആ ഒരു വേഴ്സിലും അതേ വേഴ്സിന്റെ ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ 5 തരം മുക്തിയെ കുറിച്ച് പറയുന്നതിൽ 4 തരം മുക്തിയാണ് പറയുന്നത്. ഭക്തന്മാരുടെയിലും അല്ലെങ്കിൽ സാധാരണ ആൾക്കാർ. ബാക്കി സായുജ്യത്തിന് മുക്തിയായിട്ട് അല്ലെങ്കിൽ അതിനെ ഭക്തന്മാര് സ്വീകരിക്കുന്നില്ല. എല്ലാത്തവര് സ്പിരിച്വലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്ന ഭാഗവത പാരായണം അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ പറയുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തന്മാര്, പത്മനാഭസ്വാമിയുടെ ഭക്തന്മാര്, ഇവരെല്ലാവരും ഭക്തരാണ്. അതേപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലുള്ളവര്, യോഗികള്, മെന്റൽ സ്പെക്കുലേറ്റേഴ്സ്, മെഡിറ്റേറ്റേഴ്സ്, ഇവരൊക്കെ അവർക്ക് നല്ല ജ്ഞാനമുണ്ട്. ആത്മാവ് എന്താണെന്നും ആത്മാവിനെ പ്യൂരിഫൈ ചെയ്യിക്കണമെന്നും ആത്മാവിന് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആണ്, അതിന്റെ സ്വരൂപത്തെ കണ്ടെത്തണമെന്നും നമ്മൾ പ്രഭാതം പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നുണ്ട് സ്വരൂപത്തെ കണ്ടെത്തണം, നമ്മൾ സ്വരൂപസിദ്ധി നേടണം. സ്വരൂപത്തെ കണ്ടെത്തണമെങ്കിൽ നമ്മൾ 5 കടന്നു പോകണം. ഇതൊക്കെ പറയണ്ടത്. അത് ഇനി എവിടെയും ഈ ഭാഗത്തിൽ പറയുന്നത്. അപ്പൊ ഓക്കെ, സാക്ഷി എന്ന് പറയുന്നത് എന്താണ്, സാക്ഷി ഐശ്വര്യമാണ്. അപ്പൊ ഭഗവാന്റെ പോലുള്ള ഐശ്വര്യങ്ങള് ഭക്തന്മാർക്ക് കിട്ടിയിട്ട്
എന്താ കാര്യം? ആ ഐശ്വര്യത്തിലൂടെ അവിടെ ഇരിക്കുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് സാലോക്യം, അവിടെ ലോകത്ത് പോയിട്ട് അവിടെ ആ ലോകത്ത് ഇരിക്കുക. അപ്പൊ അതുപോലെ തന്നെ സാമീപ്യം, ഭഗവാന്റെ അസോസിയേറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെന്താണ്? സാഷ്ടി, സാമീപ്യം, സാലോക്യം, സാരൂപ്യം, ഭഗവാന്റെ രൂപസാദൃശ്യത്തിൽ ഇരിക്കുക. പിന്നെ ഏകത്വം, സായുജ്യം, കൈവല്യമുക്തി എന്ന് പറയുന്നത്. അപ്പൊ ആ കൈവല്യമുക്തിയിൽ എന്ന് പറഞ്ഞാൽ വണ്ണസ് ആണ്, ഭഗവാനായിട്ട് ഭഗവാന്റെ എഫുലിജൻസിൽ ലയിക്കുക. ഒരുതരം സൂയിസൈഡൽ അറ്റംപ്റ്റ്, അതോടുകൂടെ കഴിഞ്ഞു, ഇനിയൊരു കാര്യമില്ല എന്ന് പറയും. ബാക്കി മോക്ഷം പോലും ട്രാൻസെൻഡന്റൽ ലവിങ് ഡിവോഷണൽ സർവീസിന്റെ എത്തിക്കെത്തില്ല. കാരണം ഈ മോക്ഷം നേടിയ ഈ ട്രാൻസെൻഡന്റൽ ലവിങ് സർവീസ്, പ്രേമ ഭക്തിയുത സേവനം നേടിയ ആൾക്കാർക്ക് ഈ 5 തരം മുക്തിയും നേടിക്കഴിഞ്ഞതാണ്. ശ്രീകൃഷ്ണ കരുണാമൃതത്തില് ആരാണ്? ബില്ലുമംഗല ടാക്കൂറിന്റെ അല്ലേ? അവരാണ് മുക്തിയും എന്റെ പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഭക്തി വന്നാൽ മതി. ഭക്തി ഉണ്ടെങ്കിൽ മുക്തി എന്റെ പടിവാതിക്കൽ വന്ന് നിൽക്കണം. അപ്പൊ ഭക്തിക്കാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഭക്തി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ജ്ഞാനികളായിട്ടുള്ള ആൾക്കാർ പറയും ചീപ്പ്, അത് വികാര ജീവികളാണ്, അത്രയേ ഉള്ളൂ, അവർക്ക് ജ്ഞാനമില്ല എന്നൊക്കെ പറയും. അപ്പോ ആക്ച്വലി നമുക്ക് പ്രഭാതര് തന്നെ ആ ജ്ഞാനമാണ്. സാധാരണ ആത്മീയ അല്ലെങ്കിൽ ആത്മീയ തലത്തിലുള്ളവര് അവരുടേതായ മെഡിറ്റേഷൻ രീതിയിലൊക്കെ അവര് സോളാണെന്നും അവര് ബോഡി അല്ലാന്നും സോളിന് അതിന്റെ സോഴ്സിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ അവർക്ക് ഒരുപാട് മെഡിറ്റേഷൻ വർക്കുകളൊക്കെ ചെയ്ത് ആ ഒരു രീതിയിൽ അവർ എത്തും. അവരുടെ പർപ്പസ് മോക്ഷമാണ്. അവർക്ക് അപ്പുറത്ത് ഭഗവാനെ സേവിക്കണമെന്നും ഭക്തരെ സേവിക്കണമെന്നൊന്നും അവർക്ക് അറിയില്ല. അവർ ആ വഴിയിലൂടെ പോകും. സാധാരണഗതിയിൽ ഒരു നാമം ജപിച്ചത് കൊണ്ടും അമ്പലത്തിൽ പോയതുകൊണ്ട് മാത്രം ഈ പറയുന്ന സ്പിരിച്വാലിറ്റിയിൽ എത്തില്ല. അവർ പറയുന്ന ആ സ്പിരിച്വാലിറ്റിയുടേതായ കുറെ പ്രൊസീജിയർ അവർക്ക് ചെയ്യണം. അപ്പൊ എന്താണ് നമ്മളെ തമ്മിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, നമ്മൾക്ക് കറക്റ്റ് സോള് ഫിലോസഫിക്കലായിട്ട് അല്ലെങ്കിൽ കൃഷ്ണ കോൺഷ്യസിലൂടെ നമുക്ക് സ്പിരിച്വാലിറ്റിയുടെയും ഭൗതികതയുടെയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ ഭൗതികമായിട്ടുള്ളതിനെയോ ആത്മീയമായിട്ടുള്ളതിനെ നിരാകരിക്കുന്നില്ല. എല്ലാം ഭഗവാന്റെ സർവീസിലേക്കായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല. സോ ഭക്തന്മാരെ സംബന്ധിച്ച് ആത്മീയമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല, ഭൗതികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല. ആത്മീയവും ഇല്ല, ഭൗതികവും ഇല്ല. അവർ ഓൺലി ടു പ്ലീസ് കൃഷ്ണ. എങ്ങനെ ഭഗവാനെ പ്ലീസ് ചെയ്യണം, അതിലപ്പുറത്തേക്ക് ഒരു 1% ഒരു 0% മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു തോട്ട്സ് ഇല്ല. ഭഗവാനെ പ്ലീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭക്തന്മാർക്ക് ഈ മോക്ഷം പോലും സായുജ്യം, സാലോകം, സാറ്റി, സമീപം ഈവൻ അതുപോലെ അവർക്ക് ആവശ്യമില്ല. കാരണം അതൊക്കെ കിട്ടിയിട്ട് എന്താ? കാരണം ഭഗവാന്റെ അടുത്ത് ആ പ്രേമരസം ഇല്ലെങ്കിൽ, അതുകൊണ്ടാണ് ആ പ്രേമരസത്തെ എങ്ങനെ കാണിക്കണം, എങ്ങനെ അനുഭവിക്കണം എന്ന് പഠിപ്പിക്കാനാണ് മഹാപ്രഭു നമുക്ക് കാണിച്ചു തരുന്നുണ്ടായത്. ഇത് അങ്ങനെയാണ് ഭഗവാൻ ഭഗവത്ഗീത പറഞ്ഞു പോയി, അതെന്താ ഏതാന്ന് ആർക്കും അറിയില്ല. ഇന്റർപ്രിട്ടേഷൻ കുറെ വന്നു. പക്ഷെ എങ്ങനെയാ ആചരിക്കണം, എങ്ങനെയാണ് ഒരു ഭക്തനായിരിക്കേണ്ടത് എന്ന് പറയണം. അപ്പൊ പരിശുദ്ധ ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് അവർക്കൊരു മെറ്റീരിയൽ ഡിസയർ ഇല്ല. കാരണം മെറ്റീരിയൽ ഡിസയർ 0 ആയാലാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വന്നുകൊണ്ടേയിരിക്കുക. സോ ഈ മോക്ഷങ്ങൾ ആഗ്രഹിച്ചാലും അത് സെൽഫ് സീക്കിംഗ് ആണ്. സെൽഫ് ഓക്കെ, ദെൻ ബോഡി മൈൻഡ് നമ്മൾ പ്യൂരിഫൈ ചെയ്യിക്കുക, നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്ത് നമ്മൾ ആഗ്രഹിക്കുക, ഭഗവാനിലേക്ക് കണക്റ്റഡ് ആവുക. തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും, അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അടുത്ത ഇതിൽ പറയുന്നുണ്ട്, ഇപ്പൊ ഇതാണ് 5 തരം മുക്തികൾ എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലായി. ബാക്കി അടുത്ത ഇതിൽ പറയുന്നുണ്ട്, യുഗധർമ്മമായിട്ടുള്ള നാമസങ്കീർത്തനത്തിന് ഞാൻ തന്നെ തുടക്കം കുറിക്കാം. 4 വിധ ഭക്തിരസഭാവങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ലോകത്തെ ഭക്തിഹർഷത്തില് നൃത്തം ചെയ്യിക്കാം. 4 ഭക്തിരസഭാവങ്ങൾ, അത് നമ്മൾ ഭക്തി രസാമൃത സിന്ധുവില് പഠിക്കുന്നുണ്ട്. ഭക്തരസാമൃത സിന്ധുവിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അതിൽ ഈ ശ്രവണ കീർത്തനാദികളിലൂടെ ഈ നമ്മൾ കൃഷ്ണനുമായിട്ട് ഒരു സ്പോണ്ടേനിയസ് ലവ് വരുമ്പോ, ഈ ശ്രവണ കീർത്തനാദികൾ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്പോണ്ടേനിയസ് ലവ് വരുവാണ്. ഒരു നമുക്ക് ആക്ച്വലി ഇപ്പൊ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ, അല്ലെങ്കിൽ പത്മനാഭസ്വാമിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ രാധാമാധവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഭഗവാന്റെ ഫ്ലൂട്ട് കാണുമ്പോൾ, ഭഗവാന്റെ പീക്കോക്ക് കാണുമ്പോൾ, ഭഗവാന്റെ പീതാംബരം കാണുമ്പോൾ, ഡെഫിനറ്റ്ലി ഭക്തന്മാർക്ക് ആ ഒരു അട്രാക്ഷൻ ഉണ്ടായിരിക്കും. അവർക്ക് ഒരു സ്ഥായി ഭാവം വരും. ആ സ്ഥായി ഭാവമാണ് ആ രതി എന്ന് പറയുന്ന ഒരു ഭാവം. അപ്പൊ അത് ഈ ശ്രവണ കീർത്തനാദികളിലൂടെ ഉണ്ടാവുള്ളൂ. അതാണ് സേവനം എന്ന് പറയുന്നത്. ആ ശ്രവണ കീർത്തനാദി സേവനങ്ങളിലൂടെ ഭഗവാനുമായിട്ടുള്ള സ്ഥായി ഭാവം നേടിയെടുക്കുമ്പോഴാണ് നമ്മളുടെ സ്വരൂപസ്ഥിതി നമ്മൾ നേടിയെടുക്കുന്നത്. സ്വരൂപസ്ഥിതിയെ കുറിച്ച്
പ്രഭുപാദര് ഭഗവത്ഗീതയുടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. സ്വരൂപ നമ്മുടെ ഹയർ സെൽഫ്, അത് നമ്മുടെ സ്പിരിച്വൽ വേൾഡിലാണ്. അതുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യണം. ആദ്യം സ്വരൂപത്തുമായിട്ട് മീറ്റ് ചെയ്യണം. അതിന് നമ്മൾ സ്വരൂപസ്ഥിതി നേടിയെടുക്കണം. അതിന് ഭഗവാനുമായിട്ട് 5 ട്രാൻസെൻഡന്റൽ രസയിലുമായിട്ട് കണക്റ്റഡ് ആണ്. പ്രൈമറി രസാസ് ഉണ്ട്. ഏതാണ്? ശാന്തരസം, സാഖ്യരസം, അതിവിടെ പറയുന്നുണ്ടോ? ഇവിടെ അറിയില്ല, വായിച്ചു ഇല്ല അതിൽ. സാഖ്യരസം, മാധുര്യരസം, വാത്സല്യരസം. ഇതിൽ മാധുര്യ ഇസ് ടോപ്പ് മോസ്റ്റ്. ഈ രസയിലുമായിട്ട് ഏതെങ്കിലും ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കും. യശോദാമാത വാത്സല്യരസം ആണെങ്കിൽ ഗോപികമാര് മാധുര്യരസം. സോ ഏതെങ്കിലും രസമായിട്ട്, ഇതെല്ലാം പ്രേമരസം തന്നെയാണ്. അപ്പൊ ഏതെങ്കിലും രസമായിട്ട് കണക്റ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ അതുമായിട്ട് ട്രാൻസ്ജെൻഡർ ലവിങ് സർവീസ് ചെയ്യുമ്പോൾ ആ ഡെവലപ്മെന്റ് വരണം. ഞാൻ സോളാണെന്നും ഐ ആം ദ പാർട്ട് ഓഫ് കൃഷ്ണ, അല്ലെങ്കിൽ ഞാൻ ഐ ബിലോങ്സ് ടു കൃഷ്ണ, ഞാൻ കൃഷ്ണന്റെ അംശമാണ്, മമേവാംശ ജീവലോകെ, ഞാൻ കൃഷ്ണനെ സേവിക്കലാണ് എന്റെ ഡ്യൂട്ടി. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീത, എന്റെ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനെ പ്രീതിപ്പെടുത്തലാണ്. സോ ഞാന് ആ ഒരു കാര്യം ചെയ്യലാണ്. ഞാനിവിടെ വന്നു, ഓക്കെ, ആഹാര വിഹാരാദികളിലെല്ലാം എന്റെ ലക്ഷ്യം ഇതിൽ നിന്ന് അപ്പുറത്തേക്ക് ഞാനൊരു സോളാണ്, ഞാൻ വന്നത് എവിടെ നിന്നാണെന്നും ഞാൻ എവിടേക്കാണ് തിരിച്ചു പോകേണ്ടതെന്നും മനസ്സിലായി. അപ്പൊ നാം മോക്ഷത്തിലേക്ക് എങ്ങനെ പോകാന്നുള്ളതല്ല, അത് സ്പിരിച്വാലിറ്റികൾ ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് അത്രമാത്രമേ അറിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ഭഗവാനുമായിട്ടുള്ള പ്രേമരസം അവർക്ക് അറിയില്ല. ആ ഒരു ഭാഗ്യം അവർക്ക് കിട്ടിയില്ല. നമ്മൾക്ക് നമ്മൾ ആരാണെന്നോ നമ്മൾ എന്താണെന്നോ അറിയില്ല. ആക്ച്വലി നമ്മൾ ഇരിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഈ ശരീരത്തിലാണ്. നമ്മൾ ഈ ശരീരത്തിൽ ഇരിക്കുന്നു, നമ്മുടെ ശരീരത്തിന് നമ്മൾ കെയർ ചെയ്യുന്നു, നമ്മുടെ മൈൻഡിനെ നമ്മൾ കെയർ ചെയ്യുന്നു, അതിനൊക്കെ നമ്മൾ ചെയ്യുന്നു. ബട്ട് ഇത്രയൊക്കെ ഒരു ബേസിക് നോളജ് പോലും നമുക്കില്ലാത്ത നമ്മളെ പിടിച്ചിട്ടാണ് കൃഷ്ണബോധത്തിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത്. അതാണെങ്കിൽ ഏറ്റവും ടോപ്പ് മസ്റ്റ് ആണ്. അന്ന് സാധാരണ സ്പിരിച്വലിസ്റ്റുകളുടെ അത്രയ്ക്ക് പോലും നമുക്കില്ല. എന്നിട്ട് അവരെക്കാളൊക്കെ നമ്മൾ ഉയർന്ന അവസ്ഥയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഗുരുപരമ്പരയുടെ ഏറ്റവും വലിയൊരു ഗുരുപരമ്പരയുടെ കണ്ണിയാണ്. മഹാപ്രഭു എന്ന് പറയുന്ന അവധൂത ആ ഒരു ഭഗവാന്റെ ആ ഒരു പരമ്പര കണക്റ്റഡ് ആണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് സാധാരണ ആളുകള് ഭക്തി ചെയ്യുന്നതിനേക്കാളും ഇരട്ടിയായിട്ട് നമുക്ക്, അല്ലെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഗ്രോത്ത് കിട്ടുന്നു. കാരണം നമ്മൾക്ക് അവരുടെ ബ്ലെസ്സിങ്സ് ഉണ്ട്. അപ്പൊ ആളുകൾ പറയും ഞങ്ങൾക്ക് 2 നേരം അമ്പലത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ഗുരുവായൂരപ്പനെ കാണുന്നുണ്ട്, ഞങ്ങളും നാമം ജപിക്കുന്നുണ്ട്, അത് പോരെയെന്ന്. ഇല്ല, പോരാ. അത് അവർക്ക് ഒരു തത്വത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ എന്താ ആരാണെന്നും എവിടേക്കാണ് എന്താണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പരമ്പര ആചാര്യ അല്ലെങ്കിൽ ഗുരുക്കന്മാര് സ്പിരിറ്റ് ഗൈഡുകൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ഒരു നിലവാരമില്ലാത്ത നമ്മൾ പോലും ഈ ഒരു പരമ്പരയിൽ വന്ന് നല്ല ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ കുറച്ച് പ്യൂരിഫൈ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വേഗം ഈസി ആയിട്ട് സാധിക്കുന്നത്. അത് ഈ സ്പിരിച്വാലിറ്റികൾ ചെയ്യുന്നൊക്കെ സെറ്റപ്പ്, ഒരു ഓറ ക്ലീനിങ് അല്ലെങ്കിൽ ചക്ര ക്ലീനിങ് ഒക്കെ ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർ ഓൾറെഡി അത് ചെയ്യും. നമ്മളും അങ്ങനെ തന്നെയാണ്. രാവിലെ എന്റെ മംഗളാരതി സമയത്ത് ചാടിയും അല്ലെങ്കിൽ ഒരുപാട് ബോഡി വൈസിലും നമ്മൾ പ്യൂരിഫൈ ആണ്. അപ്പൊ നമ്മൾക്ക് ഡയറക്റ്റ് ആയിട്ട് ശ്രവണ കീർത്തനാദികൾ ചെയ്താൽ പോരെ, ബാക്കിയുള്ള മീനിയൽ സർവീസ് ഒന്നും വേണ്ടല്ലോ, പൂജ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല, നമ്മള് മൈൻഡ്, ബോഡി, സോൾ അനൽമെന്റ് അതെല്ലാം പ്യൂരിഫൈ ആവണം. കാരണം ഇന്ദ്രിയാണി പരാണിയാഹു ഇന്ദ്രിയവി പരമനഃ മനസ്സസ്സു പരാബുദ്ധിർ ബുദ്ധിയോ അവസേന. അതായത് അതിന് ഇന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠമാണ്, ജഡങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് മനസ്സിനേക്കാളും ശ്രേഷ്ഠമാണ് ബുദ്ധിയേക്കാളും ശ്രേഷ്ഠമാണ് ആത്മം. സോ ആ ഓരോ വയസ്സിൽ അതിന് പ്യൂരിഫൈ സ്റ്റേജിലേക്ക് വരണം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. രാവിലെ എന്നിട്ട് നമ്മൾ നല്ല മംഗളാരതി ഒക്കെ ചെയ്യുന്നു, എനർജറ്റിക് ആവുന്നു, ബോഡി അതിന്റെ തലത്തിലെ എല്ലാ പാട്ടുകളും വർക്കൗട്ട് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് അത്രയും ശ്രവണ കീർത്തനകളിൽ ചെയ്യാൻ പറ്റാത്തവര് ഗ്രാജുവൽ ആയിട്ട് ബോഡി പ്യൂരിഫൈ ആവണം, മൈൻഡ് പ്യൂരിഫൈ ആവണം, ദെൻ ഇന്റലിജൻസ് പ്യൂരിഫൈ ആവണം, ദെൻ ഓൺലി സോൾ പ്യൂരിഫൈന്റെ സ്റ്റേജിലേക്ക് കടക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് സോളിന്റെ ഇതിൽ പ്യൂരിഫൈ ചെയ്യാൻ ഞാനിപ്പോ തന്നെ നാമം ജപിക്കാൻ പറഞ്ഞാൽ പറ്റില്ല. അവർക്ക് 24 മണിക്കൂർ കൊടുത്ത നാമം ജപിക്കാൻ പറഞ്ഞ ഒരു മാല പോലും ജപിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് അവർക്കൊണ്ട് ഇത്രയും ജപിച്ചിട്ട് നീ സർവീസ് ഒക്കെ ചെയ്യുന്നു. സർവീസ് ഒക്കെ ചെയ്ത് ആ ഒരു പൂർണ്ണ പരിശുദ്ധ ഭക്തിയിലേക്ക് എത്തുമ്പോൾ അവര് നല്ലപോലെ ചെയ്തോളും. അപ്പോ ആ സ്ഥായി ഭാവം, രതി എന്ന് പറയുന്നത് തന്നെ 4 രസത്തെ കുറിച്ചിട്ടുണ്ട്, 4 വിധ ഭക്തി രസഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് വൈഭാവം, അനുഭാവം, സാത്വിക ഭാവം, പിന്നെ വ്യഭിചാരി ഭാവം വരുന്നുണ്ട്. ഈ ഇത്തരം ഭാവങ്ങള് ഭക്തിരസാമൃതിയില് സിന്ധുവില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പോ എന്താ പറയാ,
അഷ്ടസാത്വിക വികാരങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 രസങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ അക്രൂരര് വൃന്ദാവനത്തിൽ എത്തിയിട്ട് കാണിക്കുന്ന ആ ഒരു ഉന്മാദ അവസ്ഥ, ചൈതന്യ മഹാപ്രഭു കാണിക്കുന്ന അവസ്ഥ, ഇത്തരം അവസ്ഥകളൊക്കെയാണ് ചിത്തത്തിൽ ഭാവം വരുമ്പോ, പ്രേമം വരുമ്പോ ഉണ്ടാവുന്ന ആ സാത്വിക ഭാവങ്ങള്, അനുഭാവങ്ങൾ എന്ന് പറയുന്നത് ഈ വൈഭവ രസത്തിന്റെ എഫക്റ്റിൽ ഉണ്ടാവുന്നതാണ് അനുഭാവം എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്ന് സ്റ്റെപ്പായിട്ട് 4 രസത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഭക്തരസാമൃത സിന്ധുവിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇപ്പൊ നമ്മൾക്കറിയാം, ഭാഗവതത്തിലെ ഫസ്റ്റ് ക്യാൻഡോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, 5 പ്രാഥമിക രസം കഴിയുമ്പോ ഈ പറഞ്ഞ ഫസ്റ്റ് നമ്മൾ പറഞ്ഞില്ല, ഈ രതി പറഞ്ഞതില് വൈഭവ പ്രഭാവത്തില്, വൈഭവ രസത്തില് ഉള്ള ഭാഗങ്ങളിൽ 5 രസമുണ്ട്. അത് കൂടാണ്ട് ബാക്കി 12 രസമോ ഇത്രയും മൊത്തം രസം അതിൽ പറയുന്നുണ്ട്. ദ്വിതീയ രസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ രസങ്ങളിലുമായിട്ട് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവുന്നത്, അത്തരം ആ ഒരു രതിഭാവം, സ്പോണ്ടേനിയസ് ആയിട്ടൊരു ലവ്, ചിത്തത്തിൽ നിന്ന് വരുന്നൊരു ഉന്മാദം. ഈ നേരത്തെ പറഞ്ഞ മാതിരി ഭഗവാന്റെ ആ ഒരു കറുത്ത ഒരു ശ്യാമവർണ്ണത്തിലുള്ള രൂപം കാണുമ്പോ, അല്ലെങ്കിൽ ഭഗവാന്റെ കണ്ണുകൾ കാണുമ്പോ, ഭഗവാന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോ എവിടെ നിന്നും ഉണ്ടാവുന്ന ഒരു ഹർഷോന്മാദം. അപ്പൊ ആ ഒരു ഭക്തിരസം. അപ്പൊ അത്തരം രസങ്ങളൊക്കെ ഈ 4 ഭാവരസങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതാണ് പറയുന്നത് 4 വിധ ഭക്തിഭാവങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ലോകത്തെ. അപ്പൊ അതാണ് യുഗധർമ്മൻ എന്നാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത്. ആ നാമസങ്കീർത്തനത്തിലൂടെ ബാക്കി മെഡിറ്റേഷൻകാർ ചെയ്യണോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ ഈ യുഗത്തിൽ ചെയ്യേണ്ട ധർമ്മം നാമസങ്കീർത്തനാണ്. നാമസങ്കീർത്തനം ചെയ്യുമ്പോൾ ഇത് ബോഡി ആയാലും മൈൻഡ് ആയാലും എല്ലാം പ്യൂരിഫൈ ആയിക്കോളും. അപ്പൊ അതിന് നമ്മൾ ഏകാഗ്രതയോടുകൂടി ജപിക്കണം എന്നുള്ള ഒരു കണ്ടീഷനാണ് പ്രഭാതർ എപ്പോഴും പറയുന്നത്. കാരണം അത് അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മൾ ആ നാമജപത്തിന്റെ പവറിൽ നമ്മളുടെ സോൾ പ്യൂരിഫൈ ആവുള്ളൂ. എല്ലാത്തോടത്തോളം കാലം നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. ഈസി ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 16 മാല പക്ക എന്ന് നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ജപിക്കാൻ പറ്റുന്നു, അന്ന് നമ്മൾ ഭഗവാനിലേക്ക് എത്തി, ഉറപ്പായിട്ടും എത്തി. അത്രയും അതാണ് നമുക്ക് തന്നിട്ടുള്ള സർവീസ്. പിന്നെ ഭഗവാനെ നമ്മള് മംഗളാരതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ തന്നെ മറ്റുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ശുദ്ധി പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം രസങ്ങളിലൂടെയൊക്കെ അനുഭാവം, അല്ലെങ്കിൽ സ്വാത്വിക ഭാവം, വ്യഭിചാരി ഭാവം, കുറെ ഭാവങ്ങളൊക്കെ ഉണ്ട്. അത് ഭക്തരസം ലിസ്റ്റ് നോക്കിയാൽ കാണാം. അത്രയൊക്കെ പറഞ്ഞു വരുമ്പോ ഇപ്പൊ ടൈം ഇവിടെ ഉണ്ടാവില്ല. അപ്പോ ഇതൊക്കെയാണ് ഈ രസങ്ങളെ കുറിച്ച് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു ഭക്തന്റെ ഭാവം സ്വീകരിച്ചിട്ട് സ്വയം ഭക്തി ആചരിച്ച് അവരെ പഠിപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് കാര്യം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉള്ളിലുണ്ടാവണം. നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ, നമ്മളിൽ ഭഗവാനോട് രതി ഉണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ആരോ ആണോ അത്രയും ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, നമുക്ക് ആ രതി നമുക്ക് വരും, ആ ഒരു അട്രാക്ഷൻ നമുക്ക് വരും. ശുദ്ധ ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് അവരെ നമ്മൾ സേവിക്കുന്നതിലൂടെ അവരിൽ നിന്ന് അത് നമുക്ക് തരികയാണ്. കാരണം നമ്മള് അതുകൊണ്ടാണ് അവരെ സേവിക്കുന്നത്. അപ്പൊ അവരെ സേവിച്ചാൽ മാത്രം പോരാ, അവരുടെ ഹൃദയത്തിലുള്ള ആ ഭക്തിരസവും കൂടി നമുക്ക് കിട്ടണം. അപ്പൊ അത്രയും ശുദ്ധ ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ വരും, ഭക്തിരസം വരും. അപ്പൊ അതുകൊണ്ട് ശുദ്ധ ഭക്തന്മാർ ഇവിടെ ഒന്നും ആഗ്രഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈവൻ പ്രഹ്ലാദ് മഹാരാജാവ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ ഭഗവാനോട് ചോദിച്ചു, നിനക്ക് എന്താ വേണം? എനിക്കൊന്നും വേണ്ട. ഭഗവാൻ, അച്ഛൻ ഇത്രയും ഓപ്പുലൻസ് സെൻസ് ഉണ്ടായി, ഒരു നിമിഷം കൊണ്ട് ഭഗവാൻ അതെല്ലാം തിരിച്ചു കൊടുത്തു. എന്ന് പറയും. എനിക്ക് ഒരു ആഗ്രഹമില്ല, ഒരു കാമവുമില്ല, എനിക്ക് ഒരു മെറ്റീരിയൽ ഡിസേറും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയേ ഉള്ളൂ എന്നുള്ള ഒരു ഭാവമായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ധ്രുവ മഹാരാജാവ്. സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് തപസ് ചെയ്തിട്ട് ഒടുവിൽ എന്തായി? ഭഗവാനെ കണ്ടപ്പോ എന്താ, നമ്മളെല്ലാം എന്തൊക്കെ ചെയ്ത് വന്നാലും ഭഗവാനെ കിട്ടിയ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. അതിലപ്പുറം വേറെ ഒന്നും ഈക്വൽ ആവില്ല. അത് തന്നെ സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം. ഞാൻ സ്ഥാനം കിട്ടാൻ വേണ്ടി തപസ് ചെയ്തു. സ്ഥാനാഭിലാഷി തപസി സ്ഥിതോഹം താം പ്രാപ്തവാൻ ദേവ മുനീന്ദ്ര ഗുഹ്യം. അങ്ങനെയാണെങ്കിലോ ദേവന്മാർക്കോ മുനീന്ദ്രന്മാർക്കോ പോലും ഗുഹ്യമായിട്ടുള്ള കാജൻ വിജിന്നം അഭിദിവ്യരത്നം സ്വാമിൻ കൃതാർത്ഥോ അസ്മി വരന്നയാച്ചി. ഞാനൊരു കുപ്പിച്ചില്ലിന് വേണ്ടിയിട്ടാണ് ഇക്കണ്ട തപസ് മുഴുവൻ ചെയ്തത്. പക്ഷെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കാചനമാണ്, ഒരു ഡയമണ്ട് ആണ്. സോ സ്വാമിൻ കൃതാർത്ഥോ വരം നയാച്ചി, എനിക്കൊരു വരവും വേണ്ട ഭഗവാനെ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഭക്തന്മാര്
പിന്നെ മോക്ഷം അത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. ശിഷ്ട നദനം നജനം സുന്ദരിം കവിതമം ജഗദീശ കാമികി മമ ജന്മനി ജന്മനീശ്വരെ ഭവതാ ഭക്തിർ അഹൈതുകിത്വയി. സോ അവിടെ ഭക്തൻ ഒരിക്കലും ജനനം വേണ്ട എന്ന് പറയുന്നു. മമ ജന്മനി ജന്മനീശ്വരെ, എന്റെ ഓരോ ജന്മങ്ങളിലും ഞാൻ ഭഗവാനെ ഓർക്കാനും സ്മരിക്കാനും ഭഗവാനെ സേവിച്ച് ശ്രവണ കീർത്തനാദികളിലൂടെ ആ ഭക്തി രസം അനുഭവിക്കാനായിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട് എനിക്ക് സാധിക്കണേ എന്നാ പറയണം. മമ ജന്മനി ജന്മനീശ്വര, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇതെല്ലാം പരിശുദ്ധ ഭക്തന്മാരുടെ പ്രയാസാണ്, നമ്മളെ പോലുള്ള ആൾക്കാരുടെ. നമ്മുടെ കൃഷ്ണബോധത്തിലെ ഒരു 15 ലിഫ്റ്റിലാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇതിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഗ്രാജുവൽ പ്രോസസ്സിലൂടെ പ്യൂരിഫൈയിലൂടെ നമുക്ക് അതിലേക്ക് എത്താം. ഒരിക്കലും നമുക്ക് എത്താൻ പറ്റില്ല എന്ന് പ്രഭാതം പറയാം. വിത്തിൻ സെക്കൻഡ് കൃഷ്ണ സ്വീകരിക്കാം പറ്റും. അത് നമ്മൾ അത്രയും സിൻസിയർ ആൻഡ് സീരിയസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ്. ഇപ്പോ ബ്രഹ്മാണ്ഡ പ്രമിതേ കോന ഭാഗ്യവാൻ ഹേ ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തി ലതാ ബീജ. ബ്രഹ്മാണ്ഡ പ്രമിതേ കോന ഭാഗ്യവാൻ, ഈ ബ്രഹ്മാണ്ഡത്തിൽ ആരാണ് ഭാഗ്യവാനായിട്ടുള്ളത്? ഗുരു കൃഷ്ണ പ്രസാദേ ഭക്തി ലതാ ബീജ. ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രസാദത്തിൽ ഭക്തിലത കിട്ടുന്ന ആൾക്കാരാണ് ഏറ്റവും ഭാഗ്യവാന്മാരായിട്ട്. സോ ആ ഭക്തിലത നമ്മള് ഒരു വള്ളിക്ക് വെള്ളം ഒഴിച്ച് നട്ട് വളർത്തി വലുതായി അതിങ്ങനെ പടർന്നു പോകും. അതേപോലെ ഭക്തനാവുന്ന ആ ഒരു പൂന്തോട്ടക്കാരൻ ശ്രവണ കീർത്തനാദികളിലൂടെ നാമരൂപ ഗുണലീലകളാളുകൂടെ നമ്മള് ആ ഭക്തിയുടെ സേവനങ്ങൾ ചെയ്ത്, ആ ശ്രവണ കീർത്തനാദി സേവനങ്ങൾ ചെയ്ത് ഭഗവാന് നമ്മളുടെ ആ ഭക്തി ലത പോഷിപ്പിച്ച് ഈ ഭൗതിക ആകാശവും കടന്ന് ആത്മീയ ആകാശവും കടന്ന് ഗോലോക വൃന്ദാവനത്തിലേക്ക് ആ വള്ളി അവിടെ വരെ എത്തുകയാണ്. സാധാരണ ഒരു വള്ളി ഏതെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുന്ന പോലെ നമ്മൾ ഭക്തിലത എന്ന് പറയുന്ന നമ്മളെ ഭക്തൻ ആ ഭഗവത് പാതാരവിന്ദങ്ങളിൽ സപ്പോർട്ട് എടുക്കുകയാണ്. സപ്പോർട്ട് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് എവിടേക്ക് എത്തിക്കും? നമ്മളെ ഭഗവാൻ ആധ്യാത്മിക ലോകത്തിലേക്ക് എത്തിക്കും. അപ്പോ അതാണ് ഭക്തന്മാരുടെ പ്രാർത്ഥന. അല്ലെങ്കിൽ ഭക്തന്മാരെ സംബന്ധിച്ച് ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് ആത്മീയ ലോകത്തിലിരുന്നാലും ഭൗതിക ലോകത്തിലിരുന്നാലും ഭഗവാന്റെ സേവനമാണ്. അവർ ഭൗതിക ശരീരത്തിലാണോ ആത്മീയ ശരീരത്തിലാണോ അങ്ങനെയൊന്നുമില്ല. കാരണം എവിടെയാണെങ്കിലും ഭഗവാനെ സേവിക്കുന്നുണ്ടെങ്കിൽ, ഭഗവാനെ സ്മരിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകവും ആത്മീയ ലോകം തന്നെയാണ് ഭക്തന്മാർ. അപ്പോ മുക്താത്മാക്കളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഭഗവാനെ ഒരു നരകത്തില് എന്താണ് മോക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ആഗ്രഹിക്കുന്നത് നരകത്തിനേക്കാളും കഷ്ടമായിട്ടാണ്. അപ്പൊ അത്രയും അവർ അതിനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനോടുള്ള സേവനമാണ് മമ ജന്മനി ജന്മനീശ്വരി എന്നുള്ള ഭാഗം. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചൊരു മെറ്റീരിയൽ ഡിസേർവ് ഇല്ല. സർവോപാധി വിനിർമുക്തം തത്പരത്വേന നിർമ്മലം ഋഷികേശ സേവനം ഭക്തി വെച്ചു. ഒരു ഉപാധികളുള്ള അൺകണ്ടീഷണൽ ലവ് ആണ്, നിർവിഘ്നം, അഹൈതുകി അപ്രതിബദ്ധ. ഒരു പ്രത്യേകിച്ച് ഒരു റീസൺ ഒന്നുമില്ല. ഐ ലവ് കൃഷ്ണ, ദാറ്റ്സ് ഇറ്റ്. വൃന്ദാവനത്തിലെ യശോദാമിയും ഗോപന്മാരും പറയും, അല്ലെങ്കിൽ അവരോട് പറയണത് കൃഷ്ണനാണ്, ഗോഡാണ്, നിങ്ങൾ വിചാരിക്കുന്ന മാരല്ല, പരമദിവ്യോത്തം പുരുഷനാണ്. അവൻ പരമദിവ്യോത്തം പുരുഷനോ ഗോഡോ ആരും ആയിക്കോട്ടെ, പക്ഷെ അവൻ ഞങ്ങളുടെ കണ്ണനാണ്, കാനിയാണ്, ഞങ്ങളുടെ ഫ്രണ്ടാണ്, ദാറ്റ്സ് ഇറ്റ്. അത്രയുള്ള അവരെ സംബന്ധിച്ച് അവർക്ക് വേറെ ഒന്നും അറിയണ്ട, അത്രയും സ്നേഹം. മറ്റ് അല്ലെങ്കിൽ ഈശ്വര ജ്ഞാനം കണ്ട് ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഇട്ടുള്ള ആ ഒരു കാര്യത്തെക്കാളും ഭഗവാനെ പ്രേമരസത്തോട് കൂടിയിട്ടുള്ള ഭക്തനുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പരിശുദ്ധ ഭക്തന്മാരുമായിട്ടുള്ള സംഘം പുലർത്തി കഴിഞ്ഞാൽ ഇത്തരം മോക്ഷങ്ങളോ ഇത്തരം ഭുക്തിയോ ഒന്നിനോടും ഒരു അട്രാക്ഷൻ ഉണ്ടാവില്ല. കാരണം പ്രേമരസം എന്ന് പറയുമ്പോൾ അത് സർവദാ ആ ഒരു അതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം വേറെ ഒന്നിനും കിട്ടില്ല, മാച്ച്ലെസ് ആണ്. അപ്പൊ ഒന്നിനും കിട്ടാതെ വരുമ്പോ പിന്നെ അവര് വേറെ എന്തിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുക? അപ്പൊ ആ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം വെരി പ്രേമഭാവത്തോടു കൂടി വളരെ ശ്രദ്ധയോടുകൂടി ഓരോ സിലബസും വളരെ ശ്രദ്ധയോടെ ഏർലി മോർണിംഗ് ബ്രഹ്മമുഹൂർത്തത്തിൽ ഇരുന്ന് ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സ്പിരിച്വലിയും മെന്റലിയും ഇമോഷണലി എല്ലാം ആയിട്ട് ഗ്രോത്ത് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് ഭഗവാനുമായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റും. സോ വേറെ മാർഗമൊന്നും വേറെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. സോ സോളിനെ സംബന്ധിച്ച് ഫാമിലി ലൈഫ്, സെക്സ് ലൈഫ് ഒന്നിന്റെ ആവശ്യമില്ല. അതിന് പീസ്, ലവ്, ജോയ്, ബ്ലിസ്, ആനന്ദമയോ അഭ്യാസ എന്നാ പറയുന്നത്. സോ
അത്തരം സച്ചിദാനന്ദം സ്വരൂപമാണ്. അതിന് പറയാ ഇത്തരം നെഗറ്റിവിറ്റീസുകളൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റിവിറ്റീസുകൾ കൊടുത്തുകൊണ്ടിരിക്കും, ലെയർ ആയിട്ട് ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കുന്നു. പ്യൂരിഫൈ ആവാത്തടത്തോളം കാലം ഈ സോൾ ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും ഭഗവാനായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റില്ല. നമ്മളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, നെഗറ്റീവ്സ്, ഡാർക്ക് സൈഡ്, ആങ്കർ, ഫിയർ, വറീസ്, ആകുലതകൾ, ഇതെല്ലാം നമ്മളിൽ നിന്ന് റിലീസ് ആവാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും നമ്മുടെ സോളിന് പ്യൂരിഫൈ സ്റ്റേജ് ആവാൻ പറ്റില്ല. പ്യൂരിഫൈ സ്റ്റേജ് അല്ലാത്തടത്തോളം കാലം ഭഗവാനായിട്ട് കണക്റ്റഡ് ആവുന്നു. അതുകൊണ്ട് പ്രഭാതർ പറയുന്ന മാതിരി ഇവിടെ പ്രഭാതർ പറയുന്ന മാതിരി അല്ലെങ്കിൽ ഭഗവാൻ പറയുന്ന മാതിരി ബ്രഹ്മഭൂത പ്രസന്നാത്മ നശോചതി നകാംക്ഷതി മമ സർവേഷു ഭൂതേഷു മക്ഭക്തിൽ ലഭ്യതേപരാം. നമ്മൾ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തണം. ഞാൻ ആത്മാവാണ്, ശരീരമല്ല. ബട്ട് നശോചതി നകാംക്ഷതി, നമുക്കൊന്നിനോടും ഒരു ശോചതി ഉണ്ടാവാൻ പാടില്ല, നമുക്കൊന്നിനോടും ഒരു കാംക്ഷതി ഉണ്ടാവാൻ പാടില്ല. സമസർവേഷു ഭൂതേഷു, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റണം. എങ്കിൽ വരുമ്പോഴേ നമ്മൾ ബ്രഹ്മഭൂതാവസ്ഥയിൽ എത്തി എന്ന് പറയാൻ പറ്റുള്ളൂ. ഞാൻ ആത്മാവാണ്, ശരീരമല്ല എന്നുള്ള ഒരു അവസ്ഥ. അങ്ങനെ എത്തിക്കഴിയുമ്പോഴേ ഭഗവാനിലേക്കുള്ള ഭക്തി നമുക്ക് കിട്ടുള്ളൂ എന്ന് പ്രഭാതർ പറയുന്നു. അല്ലെങ്കിൽ ഭഗവാൻ ഭഗവത്ഗീതയിൽ 18ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്. സോ അതിന് ഭഗവാൻ നമുക്ക് ഈസി ആയിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന്റെ കഠിനമായ പാതകളിലൂടെയൊക്കെ പോവാതെ വളരെ ഈസി ആയിട്ടും വളരെ സരളമായിട്ടുള്ള നാമസങ്കീർത്തനവും ഭഗവത്ഗീത ഭാഗവതവും ശ്രവണ കീർത്തനാദികളിലൂടെ നമുക്ക് ഈസി ആയിട്ട് ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ജയശീല പ്രഭ. ഹരേ കൃഷ്ണ. സ്പീഡായിട്ട് പറയുന്നുണ്ട്, ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇവിടെ വെച്ച് നിർത്തുന്നു പ്രഭു. സമയം 5:40 അല്ലേ? ഓക്കെ മാജി, എന്തെങ്കിലും മാജിക്ക് ഇനിയും പോയിന്റ്സ് ആഡ് ചെയ്യണ്ടെങ്കിൽ ആഡ് ചെയ്യണം മാജി, പ്രശ്നമല്ല. ഞാൻ സമയമായെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ വൈൻഡ് അപ്പ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇനി അത് നോ പ്രോബ്ലം, നെക്സ്റ്റ് നോ പ്രോബ്ലം. ഞാൻ അത്രയും ടൈം അതിൽ കണ്ടു, അത്രയും അങ്ങനെ കണ്ട കാരണം ടൈം ടു ടൈം ക്ലിയർ ചെയ്യാന്ന് വെച്ചു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ നന്ദിയുണ്ട് മാതാജി, വളരെ നന്ദി. ഹരേ കൃഷ്ണ. സൂപ്പർ ആയിരുന്നു. നല്ല ഒരു മഴ പെയ്ത് തോർന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ്, നല്ല ഫിലോസഫിക് ആയിട്ടുള്ള സൂപ്പർ ക്ലാസ് ആയിരുന്നു. മാതാജിയുടെ റെഗുലർ ക്ലാസ് നമുക്കെല്ലാവർക്കും വേണം. എല്ലാ ബുധനാഴ്ചയും മാതാജിയുടെ ക്ലാസ് വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാതാജി മാക്സിമം ആഴ്ചക്ക് ഒരു ക്ലാസ് തന്ന് നമ്മളെ എല്ലാരെയും അനുഗ്രഹിക്കണം. സ്വാഗതം. നല്ല ക്ലാസ്, നന്നായിരുന്നു. വളരെ സന്തോഷം. മാതാജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹെയർ ഗ്രേസ് ജഗൻ മാതാ ദേവി ദാസി മാതാജി എന്നാണ് മാതാജിയുടെ പേര്. മാതാജി ഹിസ് ഹോളിനസ് ഭക്തി വികാസ് സ്വാമി മഹാരാജിന്റെ കേരളത്തിലെ മഹാരാജിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യഗണങ്ങളിൽ ഒരാളാണ് എന്ന് മാത്രമല്ല മഹാരാജിന്റെ കേരളത്തിലുള്ള ശിഷ്യഗണങ്ങളിൽ സീനിയറുമാണ്. മഹാരാജും ശിഷ്യഗണങ്ങളൊന്നും ഉണ്ടായില്ല, ഇപ്പോഴേ വന്നിട്ടുള്ളൂ. നമ്മളെ തുടങ്ങിയിട്ടുണ്ട്. മാതാജി നല്ല സൂപ്പർ പ്രീച്ചറാണ്. മാതാജിയുടെ കെയർ ഓഫിൽ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 4-5 പേര് ഇപ്പൊ പുതിയതായിട്ട് 5ഓളം ഡിവോട്ടീസ് പുതിയതായിട്ട് ദീക്ഷ ഹിസ് ഹോളിനസ് ഭക്തി വികാസ് സ്വാമി മഹാരാജന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ദീക്ഷ എടുക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അതിന് ശരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഹിസ് ഗ്രേസ് നമ്മുടെ സമക്ഷം നിൽക്കുന്ന ഹെർ ഗ്രേസ് നമ്മുടെ സമക്ഷം നിൽക്കുന്ന ജഗൻ മാതാ ദേവി ദാസിയാണ്. മാതാജിയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു മാതൃവാത്സല്യത്തോടു കൂടി ഈ ജീവജാലങ്ങളെ നോക്കി കാണുവാനും അവരെ കരുണയോടുകൂടി ഭഗവത് സന്നിധിയിലേക്ക് എത്തിച്ചു കൊണ്ടുപോകാനും വേണ്ടിയുള്ള ഉത്തരവാദിത്യം സ്വമനസ്സാലെ വളരെ ആത്മാർത്ഥമായി ഏറ്റെടുത്ത ചുരുക്കം ചില വ്യക്തികളിൽ ഒരാളാണ് ഹെർ ഗ്രേസ് ജഗൻ മാതാ ദേവിദാസി മാതാജി. മാതാജിയായിട്ട് ഏകദേശം ഒരു 5-6 വർഷത്തോളം ഇപ്പോ ഫലത്തിൽ എനിക്ക് കോണ്ടാക്ട് ഉണ്ട് ഭഗവാന്റെ കൃപയാൽ. അപ്പോ മാതാജിയുടെ പ്രഥമ ദർശനത്തിൽ തന്നെ മാതാജി വളരെ സീരിയസ് ഭക്തയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നത്തെ ക്ലാസ് കേട്ട ഓരോരുത്തർക്കും അത് വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ മാതാജിയുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഭക്തിയിൽ വളരെ സീരിയസ് ആണ്. മാതാജി ഒരു പവർ ഹൗസ് പോലെയാണ് ഭക്തിയിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭക്തന്മാരോടും ഭക്തജനങ്ങളോടും പറയുന്നത് മാതാജിയുടെ അസോസിയേഷൻ വളരെ സീരിയസ് ആയിട്ട് ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. എങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഭക്തിയിൽ ഇപ്പൊ ഏത് ലെവലാണോ അതിന് അടുത്ത ലെവലിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല.
താങ്ക് യു മാതാജി. ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി നന്ദി പറയുന്നു. മാതാജിയുടെ ബേസ് എന്ന് പറയുമ്പോൾ പാലക്കാടാണ്. ഇപ്പൊ മാതാജി നമുക്ക് ക്ലാസ് എടുത്തിരിക്കുന്നത് പാലക്കാടിൽ കഞ്ചിക്കോട് എന്നുള്ള സ്ഥലത്ത് നിന്നുമാണ്. നന്ദി മാതാജി, വളരെ ആത്മാർത്ഥമായ നന്ദി. എല്ലാ ബുധനാഴ്ചയും മാതാജിയുടെ മനോഹരമായ ക്ലാസ് കേൾക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവട്ടെ. താങ്ക് യു മാതാജി. നന്ദി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചോദിക്കാം. മാതാജി വളരെ സീരിയസ് ആണ്. എന്ത് ഡൗട്ട് ചോദിച്ചാലും മാതാജിക്ക് വ്യക്തമായ ആൻസർ ക്ലാസ് ആയിരുന്നു. നല്ല മുഴക്കമുള്ള സൗണ്ട്. മാതാജി സൂപ്പർ ആയിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. മാതാജി എത്ര മണിക്കൂർ ഭാഗവതവും എല്ലാം വായിച്ചുകൊണ്ടിരിക്കും? ഇത്രയും ശ്ലോകങ്ങളൊക്കെ കാണാപ്പാടറിയാലോ. 24 ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കിയെല്ലാം അത് തന്നെ. എങ്ങനെ ഇതെല്ലാം കാണാതെ പഠിക്കുന്നു? അത് പ്രഭുപാദർ ലെക്ചർ കേട്ട് പഠിക്കുന്നതാണ്. ഞാൻ തുടക്കം മുതല് എനിക്ക് പോകുന്ന സമയത്ത് ക്ലാസ്സുകളൊന്നും കേൾക്കാനൊന്നും ഇതുണ്ടായില്ല. അപ്പോ ഞാൻ രാവിലെ എനിക്ക് പ്രസാദം ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് ഈ ലെക്ചർ വെച്ച് കേൾക്കുമായിരുന്നു. അങ്ങനെ ലെക്ചർ കേട്ടിട്ടായിരുന്നു. ഞാൻ പിന്നെ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യാനായിട്ട് ക്ലാസ്സുകളൊന്നും കിട്ടിയിട്ടുമില്ല അന്നൊക്കെ. അന്നൊരു ദുബായിലായിരുന്നു. ഫ്രൈഡേ പോകും, ഭാഗവതൊക്കെ ഒരു ക്ലാസ് കിട്ടും. പിന്നെ എന്റെ ശിക്ഷാഗുരു എടുത്തിരുന്ന ഒരു ക്ലാസ് എന്നോട് പറഞ്ഞു, ഞാൻ പോയി 8 മാസം ആയപ്പനോട് പറഞ്ഞു നീ ക്ലാസ് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചുമ്മാ അവർക്ക് പറ്റിക്കാൻ വേണ്ടി ക്ലാസ് എടുത്തു. പിന്നെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു, നന്നായിട്ട് ചെയ്ത് പോകും. പിന്നെ അവിടെ നിന്ന് അതൊരു പ്രീച്ചർ എന്നുള്ളൊരു, അല്ലെങ്കിൽ പഠിപ്പിക്കണം. പിന്നെ അവിടെയൊക്കെ എല്ലാവരും ശ്ലോകങ്ങളൊക്കെ ചൊല്ലണ കണ്ടപ്പോ എനിക്ക് തോന്നി ഇവരൊക്കെ ഇങ്ങനെ ശ്ലോകങ്ങൾ എങ്ങനെ ചൊല്ലണോ എന്ന് തോന്നി. അപ്പൊ അവര് ഭക്തിശാസ്ത്രിയൊക്കെ പഠിച്ചപ്പോ 1-2 ശ്ലോകങ്ങളെ ചൊല്ലുന്നുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹനുമാൻ മല ചുമക്കുന്ന മാതിരി ഭാഗവതം ഭഗവത്ഗീത എടുത്തിരുന്ന് മുഴുവൻ ഇരുന്ന് അങ്ങോട്ട് പഠിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. പിന്നെ അത് കുറച്ച് കേട്ട് സരളമായി. പിന്നെ അതങ്ങനെ വരും, അത്രയേ ഉള്ളൂ. പിന്നെ ക്ലാസ് എടുക്കാനും വായിക്കില്ല, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യില്ല, ശ്ലോകം പഠിക്കാൻ വേണ്ടി പഠിക്കില്ല. അത് ഈ ഒരു എന്നും ചെയ്യുന്ന പ്രോസസ്സിൽ പോകുന്നുള്ളൂ. പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും അതിനു വേണ്ടി എടുക്കുന്നില്ല. നമ്മളായി പോയിക്കൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. എഫേർട്ടൊക്കെ നമുക്ക് തുടക്കത്തിലേ ഉണ്ടാവുള്ളൂ. അത് പഠിക്കാനായിട്ടൊക്കെ കുറെ ഇതെടുക്കും. ഫിലോസഫി, കാരണം നമുക്ക് അന്നൊക്കെ ഇംഗ്ലീഷ് ബുക്കാണ്, ആരും പറഞ്ഞു തരാനും ഇല്ല. അല്ല ഇതുപോലെ മലയാളം ലെക്ചേഴ്സ് ഇല്ല, ക്ലാസ്സുകളില്ല. സ്വയം കുത്തിയിരുന്ന് പഠിക്കുക തന്നെ. പ്രഭാതരുടെ ബുക്ക് എടുത്ത് ലെക്ചർ എടുത്തിരുന്ന് പഠിക്കുക, ആരും പഠിപ്പിക്കാനില്ല. അതുകൊണ്ട് പഠിച്ചു, അത്രയേ ഉള്ളൂ. അത് ഒരുപക്ഷെ ഗുരുവിന്റെയും പ്രഭാതരുടെയും ഒരു നിയോഗം അല്ലെങ്കിൽ എന്തെങ്കിലും അവർ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല. എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ പെട്ടു. പിന്നെ നമ്മൾ ബേസിക്കലി ചെറുപ്പത്തിലേ മുതലേ 3-4 വയസ്സിൽ നാമം ജപിക്കുന്ന ആൾക്കാരാണ്. മുത്തശ്ശിയുടെ കൂടി ഇരുന്ന് നാമം ജപിക്കുന്നത്. അപ്പൊ ഭക്തി ഇസ്കോണി വന്നതല്ല. ഇസ്കോണി വന്നപ്പോ ഹരേ കൃഷ്ണ മഹാമന്ത്രം 24 മണിക്കൂറും ജപിക്കാന്ന് പഠിച്ചു, കൃഷ്ണപ്രസാദം കഴിക്കാന്ന് പഠിച്ചു, ഭക്തന്മാരെ അസോസിയേറ്റ് ചെയ്യുക, അത്രയൊക്കെ നമ്മൾ പഠിച്ചു. ബാക്കിയെല്ലാം നമ്മള് പണ്ടേ ഉള്ള തന്നെയാണ്. കൃഷ്ണ കോൺഷ്യസ് തന്നെയായിരുന്നു, കൃഷ്ണ കോൺഷ്യസ്, പുതിയതൊന്നുമല്ല. പക്ഷെ ഇതിന്റെ ഒരു ഫിലോസഫിക്കൽ മൂഡ് ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രഭാതരുടെ ഭഗവത്ഗീത പണ്ടും വായിക്കുമായിരുന്നെങ്കിലും എന്താണെന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. പ്രഭാതർ ബുക്ക് പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഗുരുപരമ്പരയോട് നമുക്ക് ഏറ്റവും കടപ്പെട്ടത്. പിന്നെ ജീവിതത്തിന്റെ ഭക്തി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നതെന്നല്ല, ഭഗവാനോടുള്ള സ്നേഹമാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കി. അത് എന്താണെന്നുള്ള ഭക്തിയുടെ യഥാർത്ഥ ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതിലേക്ക് സ്വയം നമ്മൾ പ്യൂരിഫൈ ആവുന്ന സ്റ്റേജിലേക്ക് വരണം എന്നുള്ളത് നമ്മളൊന്നും ആയിട്ടില്ല എങ്കിലും ഭഗവാൻ സറണ്ടർ ചെയ്യുന്നു. നമ്മൾ ചെയ്യുന്ന എഫേർട്ടുകൾക്കൊന്നും നമ്മളല്ലല്ലോ റിസൾട്ട് തരുന്നത്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യുന്നു, പ്യൂരിഫൈ ആവാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആവുന്നു, ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. വേണ്ടാത്ത കാര്യങ്ങളെയൊക്കെ റിലീസ് ചെയ്ത് ലെഗ് ചെയ്ത് പോകുന്നു. ബട്ട് അതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇത് വരുന്നത് സറണ്ടറിങ്ങിലാണ്. നമ്മളെ കൊണ്ടൊന്നും ആവില്ല എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കംപ്ലീറ്റ്ലി സറണ്ടർ ആവുമ്പോൾ ഭഗവാൻ നമുക്ക് അത് റിവീൽ ആയിട്ട് ജ്ഞാനമാവട്ടെ എല്ലാം കംപ്ലീറ്റ്ലി നമുക്ക് അത്രയാണ്. സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരും. ഇപ്പം ഈ മക്കളെയൊക്കെ നോക്കുന്നതിന്റെ ഇടയില് യു ഗെറ്റ് ടൈം ഫോർ ഓൾ ദിസ്? ആക്ച്വലി ഐ ലവ് മൈസെൽഫ്. ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. ബട്ട് എല്ലാം ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ചെയ്യും. ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും.
അത് അവർക്കാണോ പ്രാധാന്യം കൊടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വെളുത്തെനിട്ട് കഴിഞ്ഞാൽ ഞാൻ ഭഗവാന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എനിക്കത് ഇല്ലാതെ പറ്റില്ല എന്ന്. എന്തൊക്കെ ഉപദ്രവം ഉണ്ടായാലും ഐ ഡോണ്ട് കെയർ. ഞാൻ അതിന് ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടൊക്കെ ഭഗവാന്റെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവുന്നുണ്ട്, ഗുരുവിന്റെ സപ്പോർട്ട് ഉണ്ടാവുന്നു. അത് ഫസ്റ്റ് പ്രിയോറിറ്റി കൃഷ്ണ, അത്രേ ഉള്ളൂ. ഭഗവാനുള്ള പ്രിയോറിറ്റി കഴിഞ്ഞിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും. നമ്മൾക്ക് പോലും അത് കഴിഞ്ഞിട്ടേ കൊടുത്തുള്ളൂ. പക്ഷെ പിന്നീട് മനസ്സിലായി നമ്മളുടെ പ്യൂരിറ്റി ആവശ്യമാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പൊ സ്വയം നമ്മളൊന്ന് പ്യൂരിഫൈ ആവുന്നതിലേക്കും കൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലായി. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ഡിവോഷൻ സർവീസ് നമ്മൾ മൈൻഡ് ബോഡി ലെവല് ഡിവോഷൻ സർവീസ് നിർബന്ധമായി ചെയ്യണം എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി വൈസും മൈൻഡ് വൈസും ഒക്കെ പ്യൂരിഫൈ ആവണം. എങ്കിലേ നമ്മളുടെ സർവീസ് ഭഗവാൻ എടുക്കുകയുള്ളൂ. ഭഗവാൻ പ്യൂരിഫൈ സ്റ്റേജിലുള്ള ആളാണ്. സച്ചിദാനന്ദ സ്വരൂപൻ വളരെ പ്യൂരിഫൈ ആണ്. അപ്പൊ ആ പ്യൂരിഫൈ ആയ എനർജിയിലേക്ക് നമ്മൾ ഇത്ര മലിനമായ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. സോ നമ്മൾ സ്വയം ഒന്ന് പ്യൂരിഫൈ ആവണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇത്രയും പാരായണങ്ങളൊക്കെ നമ്മളെ പ്യൂരിഫൈ ചെയ്യിപ്പിക്കും. ഇത്രയും പഠിക്കുന്ന ഫിലോസഫിക്കലായിട്ട് പഠിക്കുമ്പോൾ ജ്ഞാനം വിസ്ഡം ഒക്കെ കൊടുക്കുമ്പോൾ പ്യൂരിഫൈ ആവും. അത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. അത് ഒരു ദിവസം കൊണ്ടൊന്നും പ്യൂരിഫൈ ആവില്ല. കാരണം ഒരു ഭൗതിക വസ്തു പെട്ടെന്ന് ഒരു കൈ മുറിഞ്ഞ് വേഗം ഉണങ്ങുന്ന മാതിരി സോൾ എന്ന് പറയുന്നത് ഒരുപാട് ലൈഫ് ടൈമിലൂടെ കടന്നു പോയതാണ്. ഒരുപാട് കർമ്മ കിടക്കുന്നുണ്ട് ലെയർ ആയിട്ട്. ഒരുപാട് ഡാർക്ക് സൈഡ് നമ്മുടെ കിടപ്പുണ്ട്. ഈഗോസും വറീസും ഒക്കെ കിടപ്പുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ്ലി നമ്മള് പതിയെ ഇങ്ങനെ കളയണം. തേജോദർപ്പണം ആർജനം എന്ന് പറഞ്ഞ ചെയ്യണം. സമയമെടുക്കും. ഹീലിംഗ് കുറച്ച് സമയമെടുക്കും. ഒരു ഒറ്റ രാത്രി കൊണ്ടൊന്നും നമ്മൾ വലിയ സംഭവം ആവില്ല. അതുകൊണ്ട് ഇനി എത്ര വർഷങ്ങളോളം നാമം ജപിക്കണം എന്ന് നമുക്കറിയില്ല. ബട്ട് സറണ്ടർ, ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് സറണ്ടർ. ഇതിലൊന്നും നമുക്ക് അറിയില്ല. എന്തോ ഭഗവാൻ എടുത്തത് എന്ന് ഭഗവാൻ തീരുമാനിക്കും. നമ്മളൊരു സെൽഫ് സീക്കിംഗ് ആയാലും എന്തെങ്കിലും ആയാലും ഡിമാൻഡ് ഇവിടെ ഭക്തിയിൽ പാടില്ല. How many years ഇപ്പം കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ മോസ്റ്റ് ഓഫ് us കൊച്ചിലെ തൊട്ട് ഒരു ഭക്തിയിലുള്ളവരാണ് മോസ്റ്റ് ഓഫ് us. അതുകൊണ്ടാണ് കൃഷ്ണ ബോധത്തിൽ വന്നതെന്ന് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. അപ്പൊ ഹൗ മെനി ഇയേഴ്സ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് യു ഹാവ് ബീൻ? ആക്ച്വലി കുറച്ച് ജ്ഞാനമുള്ളവരും അല്ലെങ്കിൽ ഭക്തിയിലുള്ളവർക്കും കൃഷ്ണ കോൺഷ്യസിൽ വരുന്നതിനേക്കാളും ഈസിയാണ്. ഒന്നും അറിയാത്തവർ കൃഷ്ണ കോൺഷ്യസിൽ വരും. അവര് പതിയെ സർവീസുകൾ ചെയ്ത് വരും. കുറച്ച് ജ്ഞാനവും കുറച്ച് അമ്പലവും വാസവും ഉള്ളവർക്കൊന്നും ചിലപ്പോൾ അഹങ്കാരത്താൽ വരില്ല. കാരണം അവർക്ക് എല്ലാം അറിയാന്നുള്ള ഭാവത്തില്. സോ അതൊന്നും ഒരു കാര്യമൊന്നുമില്ല. പിന്നെ നമ്മള് സോളല്ലേ, സോളിന്റെ തരത്തില് സോളിന് കാര്യങ്ങൾ മനസ്സിലാവും. സോള് ഓരോ ലൈഫ് ടൈമിൽ ഭഗവാനുമായിട്ടും ഗുരുവായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അത് എന്താ ബ്രഹ്മാണ്ഡ പ്രമിതേ കോന ഭാഗ്യാൻ ഗുരു കൃഷ്ണ പ്രസാദി ഭക്തി ലതാ ബീജ എന്ന് പറയുന്ന മാതിരി അതൊരു കണക്റ്റഡ് ആണ്. ആ ഗുരുവിന്റെയും കൃഷ്ണന്റെയും ഇതിൽ ആ ഭക്തി ലത നമുക്ക് കിട്ടണം. അത് നമ്മൾ പണ്ട് ചെയ്തു വെച്ചത് ഏതോ ബോഡിയിൽ ചെയ്തു വെച്ചത് ഈ ബോഡിയിൽ കണ്ടിന്യൂ ചെയ്യണം. അത്രയേ ഉള്ളൂ. ആ സോളല്ലേ, സോളിന്റെ ഒരു പ്രോസസ് അതല്ലേ, അല്ലാതെ ഇപ്പോ ഒന്നുമില്ല. പിന്നെ സുഹൃതം ചെയ്യണം. നമ്മൾക്ക് ഈ ഗുരുപരമ്പരയിലേക്ക് വരണമെങ്കിലും ഒരു സുഹൃതം വേണം. അല്ലാതെ ഒന്നും വരാൻ പറ്റില്ല. ഈ ഒരു നമ്മളിപ്പോ ഈ ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഈ ലൈഫ് ടൈം കൊണ്ട് തന്നെ ഭഗവാനിലേക്ക് എത്താനൊന്നും പോകുന്നില്ലായിരിക്കാം. ബട്ട് നമ്മൾ ആ ഒരു ബോട്ടിൽ കയറി ഗോള് സെറ്റ് ചെയ്തു. ഈ ലൈഫ് ടൈമോ ആഫ്റ്റർ 10 ലൈഫ് ടൈംസ് കഴിഞ്ഞിട്ടായാലും നമ്മൾ ഭഗവാനിലേക്ക് എത്തും. കാരണം നമ്മുടെ ഗോള് സെറ്റ് ചെയ്തു. നമ്മൾ ഗുരുവായിട്ട് കണക്റ്റഡ് ആയി. നമ്മൾ ആ പരമ്പരയിൽ സ്വീകരിച്ചു. ഇനി വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഈ ബോഡി തന്നെ കംപ്ലീറ്റ് ആവണമെന്നൊന്നും ഇല്ലായിരിക്കാം. ബട്ട് നോ പ്രോബ്ലം, വി ആർ സോൾ. നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെഫിനറ്റ്ലി അച്ചീവ്. നമ്മള് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ച് നല്ലൊരു ഗുരു പരമ്പരയിലായതുകൊണ്ട് 2, 3, 10, 100 ലൈഫ് ടൈം, എത്ര ലൈഫ് ടൈം വരെ കാത്തിരുന്നാൽ എന്താ, ഭഗവാനിലേക്ക് എത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? എത്ര ജന്മങ്ങൾ എടുത്താലും ഭഗവാനെ സേവിക്കാനും ഓർക്കാനും സാധിച്ചാൽ പോരെ, എവിടെയായാലും എന്താണ് എന്ന്. ജേർണി ഈസ് ആസ് സ്വീറ്റ് ആസ് ദ ഗോൾ. ജേർണി, നമ്മുടെ ഈ ജേർണി തന്നെ ഈസ് ആസ് സ്വീറ്റ് ആസ് റീച്ചിങ് ദ ഗോൾ അല്ലേ? എനിക്ക് എത്ര ക്ലിയർ ആയില്ല. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, എത്ര വർഷമായി നമ്മുടെ ഈ ഇസ്കോണിൽ ചേർന്നിട്ട്? ഞാൻ 7 വർഷമായിട്ട് ദീക്ഷ എടുത്തു. 2012 ലാസ്റ്റ് ദാമോദര മാസ സമയത്ത് 2012 ലാസ്റ്റ്. മാതാജി എന്താ പ്രൈവറ്റ് ജോലി വല്ലതും ഉണ്ടോ?
ഞാൻ ഇസ്കോണില് അവിടെ ആയിരിക്കുന്ന സമയത്ത് ദുബായിൽ വർക്ക് ചെയ്തിരുന്നു. ഞാൻ എന്റെ ഗുരുവിനെ കണ്ടും കൃഷ്ണ കോൺഷ്യസ് എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോൾ ഞാനതെല്ലാം വിട്ടു. ഒന്നിനോടും ഒരു ഇതുണ്ടായില്ല. പക്ഷെ എനിക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാ കാര്യത്തിലും ഞാൻ കോ ഡിപ്പെൻഡൻസി പാടില്ല എന്ന് ഭഗവാന് നിർബന്ധമായിരിക്കും. അതുകൊണ്ട് മൈൻഡ് ബോഡി ലെവലില് പ്യൂരിഫൈ ആവണം, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുള്ളത് കൊണ്ട് എന്നെ ഭഗവാൻ എന്നിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഡാർക്ക് സൈഡുകളൊക്കെ ഹീൽ ചെയ്ത് വരണം എന്നുള്ളത് കൊണ്ട് എന്നെ ഇപ്പൊ ജോലിയിലേക്കും അല്ലെങ്കിൽ കുടുംബ പ്രാരാബ്ധത്തിലേക്കൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതൊരു സൈഡിൽ കൂടെ പോകണ്ടേ നമ്മുടെ കഥാമൃത പ്രഭുവിന്റെ കൂടെ. അത് കാര്യമായിട്ടൊന്ന് ചോദിച്ച ഭഗവാൻ തന്നെ കൂട്ടിക്കൊണ്ട് പോണൂന്ന് പറയും. പ്രഭു ചെയ്യുന്ന മാതിരി ഒന്നും വരുന്നില്ല. ആ ഒരു ചെയ്യുന്നുണ്ട്. കൃഷ്ണാസ് മേഴ്സി, അവിടെയും കൃഷ്ണാസ് മേഴ്സി ഒന്നിച്ചു കൊണ്ടുപോകും. സന്തോഷം മാതാജി. ഇങ്ങനെയുള്ള ഭക്തരുമായിട്ട് ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. ഞാൻ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ക്ലാസ് മുക്കാലും കഴിഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് ശരിക്കും കേൾക്കാൻ പറ്റിയില്ല. ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും സമയമായിപ്പോയി. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് ഞാൻ ഷുവറായിട്ടും ഇതായിട്ടും ഫസ്റ്റ് തന്നെ നിൽക്കാം. എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കും കൊതിയാവുന്നു. എന്റെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ഓരോ വർഷം ഓരോ പുതിയ ബാച്ചുകൾ ഇങ്ങനെ എടുക്കും. അതിൽ കുറച്ച് പേര് ഗുരാശ്രയത്തിലും സ്റ്റിൽ ഉണ്ട്, കുറച്ച് പേര് ദീക്ഷ കഴിഞ്ഞു. ഡെയിലി 7 to 8:30 എന്റെ ക്ലാസ് നടക്കും. അത് സ്റ്റുഡൻസിന് മാത്രം, അതായത് ദീക്ഷ പർപ്പസിലുള്ളവർക്ക്, ദീക്ഷ എടുത്തവർക്കോ മറ്റുള്ളവർക്കൊന്നും അല്ല. അത് പുതിയ പുതിയ സ്റ്റുഡൻസിനെ ഇടയും അവരെ പഠിപ്പിക്കും. അവര് പ്രഭുപാദരെ ഫസ്റ്റ് ബാച്ചിൽ നമ്മൾ 26 ബുക്സ് പ്രഭുപാദരെ പഠിപ്പിച്ചു. ദെൻ ഭഗവത്ഗീത ഭാഗവതം ക്ലാസ് നടക്കുന്നുണ്ട്. അവരെ ആരതികളും എല്ലാം പഠിപ്പിക്കും. എല്ലാ കാര്യം അവരുടെ A to Z കാര്യങ്ങൾ. രാവിലെ ജപ സെക്ഷൻ ഉണ്ട്, വൈകുന്നേരം അതേപോലെ ആരതി സെക്ഷൻ. എല്ലാം ഒരു സത്സംഗിൽ എന്താ ചെയ്യുന്നതിന്റെ ഓൾമോസ്റ്റ് അവർ പ്രഭുപാദർ ലെക്ചർ അവരെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കും, അവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കും. ഞാനില്ലെങ്കിലും ഞാൻ എവിടെ പോയാലും ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നടന്നോളും. ഒരിക്കലും ഒരു മുടക്കം വന്നിട്ടില്ല. ബുക്കുകൾ അവർ റീഡ് ചെയ്യും, അവരും ക്ലാസ് എടുക്കും. പക്ഷെ ഞാൻ എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്ന് മാത്രം. എന്നാലും നന്നായി പോകും. ഇതാണ്. അല്ലാതെയും ഓൺലൈനിൽ അല്ലാതെയും ഡയറക്റ്റും ക്ലാസ്സുകൾ ഇതിനു മുമ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോഴും കൂടുതലും ഓൺലൈനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം കൊറോണയും ഒക്കെ വന്ന സമയത്തിന് ശേഷം ഇതാണ്. ഞാൻ 10 കൊല്ലമായി മാതാജി, പക്ഷെ ക്ലാസ് എടുക്കാനുള്ള എടുക്കാറില്ല. അപ്പൊ പ്രഭു അങ്ങനെ വിളിച്ചത് കൊണ്ട്, പ്രഭുവായിട്ടുള്ള ഇതുകൊണ്ട് അങ്ങനെ വന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു ട്രാവലിംഗ് ടീച്ചറോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു ഇതിന് പോയിട്ട് എടുക്കാൻ നിൽക്കാറില്ല. നമ്മൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി നമ്മളെ ഗുരുവും ഭഗവാനും നിയോഗിച്ചു, അത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ഞാൻ വീഡിയോ തന്നെ ഓണാക്കാറേ. ഇതിപ്പോ പ്രഭുവിന്റെ നിർബന്ധമാണ്. ഹരേ കൃഷ്ണ. സോറി സമയം അല്ലെങ്കിൽ ഹരേ കൃഷ്ണ. നന്ദി മാതാജി, വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷം. മാതാജി ശരിക്കും ചൈതന്യ ചരിതാമൃതത്തിനാണ് ക്ലാസ് എടുക്കുന്നത്. സാധാരണ ചൈതന്യ ചരിതാമൃതം ക്ലാസ് എടുക്കാൻ സീനിയർ വൈഷ്ണവര് പോലും ആരും മുന്നോട്ട് വരാറില്ല. കാരണം അത്രയ്ക്കും കട്ടിയുള്ള സബ്ജക്റ്റ് ആണത്. കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്ത സ്വാധ്യായമൊക്കെ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ക്ലാസ് എടുക്കാൻ കഴിയൂ. അപ്പോ മാതാജി തുടക്കം തന്നെ ചൈതന്യ ചരിതാമൃതത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. കാരണം ബേസ് അത്രത്തോളം ഉണ്ട് മാതാജി ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വൈഷ്ണവിയാണ് എന്നുള്ളത് ഇന്ന് ക്ലാസ് കേട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഈ മാതാജിയുടെ മനോഹരമായ ക്ലാസ്സുകൾ കേൾക്കാൻ എല്ലാ ബുധനാഴ്ചയും എല്ലാവരും മുന്നോട്ട് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് അവസാനിപ്പിക്കാം. നന്ദി മാതാജി, ഹൃദയപൂർവ്വം ആത്മാർത്ഥമായ നന്ദി പറയുന്നു. മനോഹരമായ ക്ലാസ്സിന് വളരെ വളരെ താങ്ക് യു. ഹരേ കൃഷ്ണ.